ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽ നേരം നമ്മൾ ദൈവവചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് ചില ഭാഗങ്ങളെ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വെള്ളിയാഴ്ച ചിന്തിച്ച ഭാഗം, സ്തോത്രം, ഹല്ലേലൂയ, വളരെ വ്യത്യസ്തമായ വിഷയങ്ങളായിരുന്നു നമ്മൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചിന്തിക്കാനിടയായത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സ്വന്തം മനസ്സിലാക്കണം, വെള്ളിയാഴ്ച ചിന്തിച്ച വിഷയം ഇതായിരുന്നു: നമ്മുടെ ഹൃദയത്തിൽ സ്വന്തം ധ്യാനത്തിങ്കൽ തീ കത്തും. ആർക്കാണ്? സ്വന്തം സഹിഷ്ണുതയുള്ളവന്റെ ജീവിതത്തില് ദൈവത്തിന്റെ കരം ചലിക്കും. നമ്മൾ അതൊക്കെ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ നേരം നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ഭാഗത്തിലേക്ക് വരുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യവും 6-ാം വാക്യവും നമുക്ക് വായിക്കാം. വളരെ സുപരിതമായ വാക്യമാണ്. എന്നാൽ ആരംഭത്തിൽ ഈ ഒരു വാക്യം വായിച്ചുകൊണ്ട് സ്വന്തം ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയിലേക്കും ദൈവവചനത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് സ്തോത്രം മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആമേൻ. കാര്യങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ. പകൽ നേരം ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം സ്വർഗം നമുക്ക് നൽകിയ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പല വിഷയങ്ങളും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളും ഈ നാളുകളിലൊക്കെയും സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിന്റെ സ്തോത്രം ദൂതുകൾ വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷയിലും എല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ പാനം ചെയ്തവർ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വേണ്ട വചനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മീക ജീവിതം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആത്മീക നന്മകളെ ദൈവം നൽകിക്കൊണ്ട് നിങ്ങളെ നടത്തുന്ന അനുഭവം ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് വേണ്ട നന്മകൾ എന്ന് പറഞ്ഞാൽ ആത്മീക നന്മകൾ നമുക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നു. അപ്പോൾ അഭിഷേകം പ്രാപിച്ചവരെ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളിൽ പ്രാപിച്ച അഭിഷേകം തന്നെ നിങ്ങളെ ഉപദേശിക്കുന്നുവല്ലോ എന്ന് യോഹന്നാന്റെ ലേഖനം വ്യക്തമായി അവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് വേണ്ട ആത്മീക നന്മകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. കാരണം നാം ദൈവമക്കളാണ്, മക്കൾ അവകാശികളാണ്. ഏതവകാശികളാണ്? സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളുടെ അവകാശികളാണ് നാം ഓരോരുത്തരും. അപ്പൊ ആത്മീക അനുഗ്രഹങ്ങൾ അവകാശികളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാണ്. അപ്പോൾ ഇതിന് നമ്മെ വാഗ്ദത്തം നമുക്ക് നൽകേണ്ടതിന് ദൈവപുത്രവും ജഡത്തിൽ അവതരിച്ചെങ്കിലേ നമുക്ക് ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ സുവിശേഷത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, മഹത്വം അതാണ്. ദൈവം തന്റെ പുത്രനാകുന്ന യേശു കർത്താവിനെ, ദൈവം തന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ ജഡത്തിൽ വെളിപ്പെടുത്തി, ജഡത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ അവനെ നമ്മളുടെ ഇടയിൽ അവതരിപ്പിച്ചതിന്റെ ഉദ്ദേശം, നാം ജഡരക്തങ്ങളായി ഇരിക്കുമ്പോൾ ദൈവപുത്രൻ ജഡത്തിൽ അവതരിച്ചെങ്കിലേ ദൈവത്തിന്റെ സൽഗുണങ്ങൾ ജഡീകരാകുന്ന നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ ജഡീകരായിരിക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയും നാം ദൈവത്തിന്റെ മക്കളായി തീരുകയും ചെയ്തെങ്കിൽ മാത്രമാ ദൈവത്തിന്റെ അവകാശികളായി തീരുന്നുള്ളൂ. ദൈവം ആത്മാവാകുന്നു, ദൈവം ജഡമല്ല, ദൈവം ആത്മാവാകുന്നു. അപ്പൊ ആത്മാവാകുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മീകരായി തീരണമെന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാവ് നമ്മളിൽ പകരപ്പെടുകയും നമ്മളിൽ വസിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നാം ദൈവമക്കളായി തീരുന്നത്. സുവിശേഷത്തിന്റെ പ്രത്യേകത, ആത്മാവാകുന്ന ദൈവം ജഡം ധരിച്ചു വന്നു, അവൻ ആത്മാവാകുന്നു. അതുകൊണ്ട് ജഡീകരുടെ ഇടയിൽ നിന്ന് ജഡീക സ്വഭാവം വിട്ട് ജഡമനുഷ്യൻ ആത്മമനുഷ്യനായി തീരേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനെ
ജഡങ്ങളിൽ പകർന്ന് അവർ ദൈവത്തിന്റെ ആത്മാവിലാൽ നിറയപ്പെടുകയും സ്തോത്രം ഹല്ലേലൂയ മനുഷ്യാത്മാവ് ദൈവാത്മാവിന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെടുകയും ചെയ്യുന്ന വലിയ പദ്ധതിക്കായിട്ടാണ് ദൈവസഭയെ സ്വർഗ്ഗം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സുവിശേഷം കേട്ട് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് ഇന്ന് പകൽ നേരം ഈ സഭായോഗത്തിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ ഇന്ന് പകൽ നേരം കൂടി വരുവാൻ സ്വർഗ്ഗം കൃപ ചെയ്തവർക്ക് ഇന്ന് പകൽ നേരം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, ഇതിന് കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവമാണ്, യേശു ക്രിസ്തുവിന്റെ ശരീരയാഗമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവം സ്വർഗ മഹത്വം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നു. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവറിയിൽ മരിച്ചു. അപ്പോൾ ഇതാണ് സുവിശേഷം. ഇത് സ്വന്തം വിശ്വസിക്കുന്നവരുടെ സ്വന്തം പാപത്തിന് മോചനം ലഭിക്കുന്നു. അവരുടെ അകൃത്യങ്ങളെ പുത്രനാകുന്ന യേശു ക്രിസ്തു വഹിച്ചുകൊണ്ട് നമുക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ സ്വന്തം യേശുവിന്റെ രക്തമുഖാന്തരം നാം നീതീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ട നമ്മളിൽ സ്വന്തം വിശുദ്ധ ജീവിതം നയിച്ച് ദൈവരാജ്യം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പകർന്നിരിക്കുന്നു. നമ്മൾ സ്വന്തം തെറ്റിപ്പോകാതിരിക്കേണ്ടതിനും നമ്മളുടെ അകമയുള്ള ആത്മ മനുഷ്യനാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മനുഷ്യാത്മാവിനെ രക്ഷിക്കേണ്ടതിന് നമ്മുടെ ആത്മാവിന് ദൈവത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട ജീവന്റെ വചനം നമ്മളിൽ പകർന്നുകൊണ്ടാണ് നമ്മുടെ അകമയുള്ള മനുഷ്യൻ ജീവിക്കുവാൻ ഇടയായി തീരുന്നത്. അപ്പോൾ ഈ ഭാഗ്യകരമായ പദ്ധതിക്കായിട്ടാണ് സ്വതം തന്നെ സ്വതം ഹല്ലേലൂയ ദൈവമക്കളെ സ്വർഗം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഈ തിരിച്ചറിവുള്ളവർ വിശുദ്ധ കരങ്ങളിൽ ഒന്നുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സ്വതം ഇന്ന് പകൽ നേരം നമ്മൾ ഇവിടെ ഇരിക്കുന്നുവെങ്കിലും നമ്മെ അവകാശിയാക്കി തീർക്കുവാൻ സ്വർഗം പദ്ധതി ഇട്ടിരിക്കുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടിയാണ്. സ്വർഗരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കർത്താവ് നമ്മളെ പണിതെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മെ പണിയുന്നത് നമ്മുടെ ആത്മാവിനെയാണ് പണിയുന്നത്. നമ്മളെ ആത്മാവിനെ പണിയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ഉപദേശിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ സ്വന്തം മാർഗം നിർദ്ദേശിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിന് ബലം നൽകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിന് ജഡത്തെ അനുസരിക്കാതെ വണ്ണം ആത്മാവിനെ അനുസരിക്കാനുള്ള ദൂതുകൾ കൈമാറുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനാണ്. നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിന്റെ മോഹങ്ങളോ താല്പര്യങ്ങളോ വഴികളെയോ അനുസരിക്കാതെ വണ്ണം ജയകരമായ ജീവിതം നയിക്കുവാൻ എന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പകർന്നു വന്ന ഇത്ര ശ്രേഷ്ഠമായ മാർഗമാണ് ക്രിസ്തു മാർഗമെന്ന് ഇന്ന് പകർന്നേരം തിരിച്ചറിയണം. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവിനാൽ പകരപ്പെട്ടവർ, അഭിഷേകത്തെ പ്രാപിച്ചവർ ഇന്ന് പകർന്നേരം ആത്മാവിൽ ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളിലെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ റൂട്ടുകളിലേക്ക് തിരിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ബലത്തോടെ എടുത്തുപയോഗിക്കുവാൻ ഇടയായി തീരും. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പുകൾ വെക്കുന്നത് നിങ്ങളുടെ ജഡത്തിലല്ല, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് വെക്കുന്ന പാതകളിൽ മഹത്വങ്ങൾ ഒഴുകിയിരിക്കും, അത്ഭുതങ്ങൾ ഒഴുകിയിരിക്കും, ദൈവപ്രവൃത്തികൾ ഒഴുകിയിരിക്കും. അതിനായിട്ടാണ് പരിശുദ്ധാത്മാവ് നിന്നെ മുദ്ര വെച്ചിരിക്കുന്നത്. വിശുദ്ധ കാര്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വലിയതും മഹത്വമുള്ളതും ശക്തിയുള്ളതും നമ്മെ രക്ഷിക്കേണ്ടതിന് വീണ്ടെടുക്കുന്നതിന് യേശു കർത്താവ് കാൽവരി ചൊരിഞ്ഞ രക്തത്തിന്റെ മഹത്വം നമ്മളിൽ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഇത് പകൽനേരം ആ പരിശുദ്ധാത്മാവിന്റെ കൃപ അനുഭവിക്കുന്നവർ മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മെ ദൈവരാജ്യത്തിൽ എത്തിക്കുക എന്നുള്ള വലിയ പദ്ധതിയാണ്. ആമേൻ. ഹല്ലേലൂയ. ആ വലിയ പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ, ഇവിടെ സ്തോത്രം ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ സ്തോത്രം ദൈവവചനം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം ഇതാണ്: നിങ്ങൾ ദൈവ ഭാവമുള്ളവരായി തീരണം, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരണം. ആമേൻ. അത് നമ്മളുടെ ജഡത്തിന് സാധിക്കുന്നില്ല. ഇത് പരിശുദ്ധാത്മാവിൽ മാത്രമാണ് ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ വരികയുള്ളൂ. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നെങ്കിൽ മാത്രമേ ആത്മസ്വഭാവം നമ്മളിൽ വെളിപ്പെടുകയുള്ളൂ. ആത്മസ്വഭാവം വെളിപ്പെടുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. അവർക്ക് മാത്രമേ ദൈവമുഖത്ത് നോക്കുവാൻ കഴിയത്തുള്ളൂ. അവർ ലോകത്തിലേക്കല്ല, സംഘടനയിലേക്കല്ല നോക്കുന്നത്, ക്രിസ്തുവിലേക്കായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇന്ന് പകർന്നേരം ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്തപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഒരുവനായി ഞാനും നീയും തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. വായിച്ചാട്ടെ. നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി കണ്ടോ, തന്നെത്താൻ ഒഴിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തിലും വെളിപ്പെടണം. ആമേൻ. നമ്മൾ താഴ്ച അനുഭവിക്കുന്ന നിലവാരങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ താഴ്മ അനുഭവിക്കുമ്പോൾ നമ്മൾ അതിൽ ക്ലേശിക്കരുത്, നമ്മൾ അതിൽ സ്വത്രം ദുഃഖിക്കരുത്. താഴ്മ ധരിക്കേണ്ടി വരുമ്പോൾ, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മളെ താഴ്ത്തിക്കളയുമ്പോൾ നമ്മൾ അതിൽ ഭാരപ്പെടരുത്. കാരണം നമ്മെ ലോകത്തിൽ നിന്ന് കർത്താവ് വേർതിരിച്ചിരിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി അവന്റെ രക്തം മറുവിലേക്ക് കൊടുത്ത് നമ്മളെ വിലയ്ക്ക് മേടിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സംഭവം അസാധാരണമല്ല, ഇത് ദൈവിക നിയോഗത്താൽ വരുന്നത് തന്നെയാണ്. അങ്ങനെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തുന്ന മഹത്വപ്പെടുത്തിയാട്ടെ. ഇത് എന്റെ ജീവിതത്തിൽ ദൈവത്താൽ വരുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. കാരണം ക്രിസ്തുവിനെ സ്തോത്രം ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്നുള്ള വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഒന്ന്. രണ്ടാമത് താഴ്ച വന്നു. വായിച്ച ഭാഗം ഒന്നുകൂടെ വായിക്കുമ്പോൾ ക്രിസ്തോത്രം ഹല്ലേലൂയ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളുമെന്ന് വിചാരിക്കാതെ. അപ്പോൾ തിരിച്ചറിയണം, നാം ദൈവകൃപയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ചില പൊസിഷനുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറേണ്ടതായിട്ട് വരും. ചില സ്റ്റാറ്റസുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ ഇടയാകും. അപ്പോഴൊക്കെ നമ്മൾ ക്ലേശിക്കുകയും കണ്ണുനീരൊഴുക്കുകയല്ല വേണ്ടത്. ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ സ്ഥാനങ്ങൾക്ക് ഭ്രംശം സംഭവിക്കുമ്പോൾ തിരിച്ചറിയണം, ഇത് ദൈവത്തിന് എന്നെ സ്തോത്രം പണിതെടുക്കുവാനുണ്ട്. ചിലർക്ക് ഇന്നും മനസ്സിലാകാതെ കിടക്കുന്നത് ദൈവത്തിന്റെ പണി മനസ്സിലാകത്തില്ല. അവര് വീണ്ടും നിലവിളിയും പ്രാർത്ഥനയായിട്ട് നിൽക്കുകയാണ്. വേഗം തന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിക്കണേ, മാറ്റണേ. അങ്ങനെയല്ല, ഈ കഷ്ടങ്ങൾ സഹിക്കുവാൻ ഇടയാകുമ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ആമേൻ. അത് ഗ്രഹിക്കും. എന്താണ് അവിടെ വായിക്കുന്നത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അടുത്തത് കണ്ടോ, മനുഷ്യ സാദൃശ്യത്തിലായി. അങ്ങനെയെങ്കിൽ എന്റെ പാപ സദൃശ്യത്തിൽ നിന്ന് ഞാൻ ദൈവ സദൃശ്യത്തിൽ എന്റെ ആത്മ മനുഷ്യൻ ഉരുവാക്കപ്പെടുവാൻ ഇതുവരെ എന്നെ കർത്താവ് നടത്തിയ റൂട്ടുകളിലൂടെ അല്ല ഇനി നടത്തുവാൻ കർത്താവ് ഇരിക്കുന്നതെങ്കിൽ അതിൽ ക്ലേശിക്കരുത്. കാരണം അകത്തുള്ള ആത്മാവിന്റെ വില ഈ മുഴു ലോകത്തെക്കാൾ വിലയുള്ളതാണ്. അപ്പോൾ നമ്മൾ ലോകത്ത് നശിച്ചു പോകുന്ന പലതിന്റെയും വിലയുമായിട്ട് നിന്റെ ആത്മാവിനെ നീ ഒത്തു നോക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ വിലയുമായിട്ട് പുറമേയുള്ള മനുഷ്യന്റെ പല കാര്യങ്ങളെ നീ ഒത്തു നോക്കരുത്. ചിലര് നശിച്ചു പോകുന്ന വീടിന് വേണ്ടി രക്ഷിക്കപ്പെടാതിരിക്കുന്നവരുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. പുറത്തൊരു ജോലിക്ക് വേണ്ടി രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കാത്തവരുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ വരാത്തവരുണ്ട്. ദൈവം വേലയ്ക്ക് വിളിച്ചിട്ട് അത് കേൾക്കാതെ മറ്റു വഴികളിലേക്ക് പോകുന്നത് ഈ മാനം നഷ്ടമാകാതെ വണ്ണം നോക്കുവാനാണ് ചിലർ താല്പര്യപ്പെടുന്നത്. അവരല്ല ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ ഇത് ഈസി അല്ല. നീ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് താഴ്ച അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ താഴ്ച അനുഭവിക്കുമ്പോൾ അതിൽ പ്രിയപ്പെടുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തിന്റെ വഴികളിൽ ആസ്വദിക്കാൻ സാധിക്കത്തില്ല. എല്ലാവരും കൂട്ടമായി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്ത് വരുമ്പോൾ നമുക്കതിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് കർത്താവ് നല്ലവനാണെന്ന് പറയാൻ നമുക്ക് താല്പര്യമാണ്. പക്ഷേ പലതും മുറുകെ പിടിച്ചു കൊള്ളാതെ പലതും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുകളയേണ്ട സാഹചര്യം വരുമ്പോഴാണ് നിന്നിലെ ആത്മീയർ വെളിപ്പെടുന്നത്. മനസ്സിലാകണം, പലതും വിട്ടുകളയുമ്പോൾ താഴ്ച അനുഭവിക്കുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ദൈവവൈതലാണോ എന്ന് വെളിപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ദൈവം ഒരുക്കുമ്പോൾ അതിൽ നിന്ന് കുതറി ഓടുവാനല്ല താല്പര്യപ്പെടേണ്ടത്. നമ്മൾ അവന്റെ പാദപീഠത്തിൽ ഇരിക്കാനാണ് റെഡിയാകേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവ സദൃശ്യത്തിലാകുക, ക്രിസ്തുവിന്റെ ഭാവം വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതിന് വില കൊടുത്തെങ്കിലേ കഴിയത്തുള്ളൂ. ദൈവപുത്രൻ വില കൊടുത്തു അല്ലേ? ദൈവപുത്രൻ അവന്റെ മഹത്വം വിട്ടുകളഞ്ഞത് ആലോട്ടിറങ്ങി. പലതും വേണ്ടെന്ന് വെച്ചു. ദൂതന്മാരുടെ ആരാധന വേണ്ടെന്ന് വെച്ചു. ദൈവരൂപം വേണ്ടെന്ന് വെച്ചു. തേജസ് വേണ്ടെന്ന് വെച്ചു. സിംഹാസനം വേണ്ടെന്ന് വെച്ചു. പിതാവിന്റെ മണി വേണ്ടെന്ന് വെച്ചു. ദൈവത്തോട് മാത്രം സംസാരിക്കുന്നത് വിട്ടുകളഞ്ഞു. മനസ്സിലാക്കണം, പിതാവിനോട് മാത്രം സംസാരിക്കുന്നത് വിട്ടുകളഞ്ഞു. പിതൃപുത്ര പരിശുദ്ധാത്മാവ് അവരേകമായിരിക്കുമ്പോൾ, എല്ലാത്തിനും അവർ ഏകവും സത്യവുമായി ഇരിക്കുമ്പോൾ തന്നെ അവരോടുള്ള സംസർഗത്തും വിട്ട് മനുഷ്യരിലേക്ക് ഇറങ്ങി വരുവാൻ പ്രിയപുത്രൻ താല്പര്യപ്പെട്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ കോൺവെർസേഷനുകൾക്കൊക്കെ വ്യത്യാസം വരും. നമ്മുടെ ഇടപെടലുകൾക്ക് വ്യത്യാസം വരും. കൂട്ടുകെട്ടുകൾക്ക് വ്യത്യാസം വരും. നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന
മേഖലകൾക്ക് വ്യത്യാസം വരുമ്പോൾ അതിൽ ഭാരപ്പെടരുത്. ക്രിസ്തുവിന്റെ ഭാവം നിന്നിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തേണ്ടതിനോ പലതും നിന്റെ കയ്യിൽ നിന്ന് കൈമോശം വരുമ്പോൾ ഭാരപ്പെടാതെ കൃപയിൽ ആശ്രയിച്ച് സ്റ്റെപ്പുകളെ വെക്കുവാനിടയാകണം. ആമേൻ. ഹല്ലേലൂയ. ഭാഗം വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കും. കാരണം നമ്മുടെ ചില വിചാരങ്ങൾ, ചിലതിനെ മുറുകെ പിടിക്കുന്ന വിചാരങ്ങളുണ്ട്. നമ്മുടെ ഉള്ള മുറുകെ പിടിക്കുന്ന ചില ചിന്തകളുണ്ട്. ആ ചിന്തകളാണ് നമ്മെ ആ സ്ഥാനത്ത് നമ്മളെ അർഹനാക്കുന്നെങ്കിൽ ഇന്ന് പകൽനേരം കേൾക്കണം. ദൈവപുത്രൻ നമുക്ക് കാണിച്ചു തന്നു ചില പദവികൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതിന്, അതിനെ സ്വന്തം ഉപേക്ഷിച്ചു വിടുവാനായിട്ട് ചില ചിന്തകൾ, ചില നിരൂപണങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റം വരുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഇത് തന്നെയാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ജീവിതത്തിലും സ്വർഗത്തിലെ പിതാവ് ചെയ്യുവാനിരിക്കുന്നത്. ദൈവപുത്രനെ വെച്ച് അതേ പാറ്റേൺ തന്നെയാണ് രക്ഷിക്കപ്പെടുന്നവർക്ക് സ്വർഗം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പദവികൾ നഷ്ടമാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില സ്ഥലങ്ങൾ നഷ്ടമാകുമ്പോൾ അവരോട് മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ, അപ്പോൾ ചില വിചാരങ്ങൾ നമ്മെ സ്വന്തം സ്വാധീനിക്കുന്നുണ്ട്. ചില വിചാരങ്ങൾ നമ്മെ സ്വന്തം മറ്റ് ചിലതിനോട് സ്വന്തം ഒന്നായിട്ടിരിക്കണമെന്ന് ഇച്ഛിച്ചുകൊണ്ടാണ് നാം ചിലതെ മുറുകെ പിടിക്കുന്നത്. പക്ഷേ അത് ദൈവികമല്ല. ചിലത് വിട്ടുകളയുവാൻ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അതിന് വിട്ടുകൊടുത്തു പോകുകയാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെ? വായിച്ചടുത്ത വാക്യം. ദാസരൂപം എടുക്കണം. കൽപ്പിക്കുകയും തന്റെ വായിലെ വാക്കുകൾ ഉളവാക്കപ്പെടുകയും ചെയ്യുന്ന ഈ സൃഷ്ടിയില സൃഷ്ടിതാവാകുന്ന ദൈവം ദാസനായി അവതരിക്കപ്പെടുക എന്ന് പറയുന്നത് ഈസി അല്ല. ആമേൻ. മനസ്സിലാക്കണം. ഒരിക്കൽ കൽപ്പിച്ച് മാത്രം പരിചയമുള്ള, മറ്റുള്ളവരെ അനുസരിപ്പിച്ച് മാത്രം പരിചയമുള്ള, മറ്റുള്ളവരെ കമാൻഡ് ചെയ്ത് മാത്രം അനുഭവമുള്ള നിന്നെ ദൈവത്തിന്റെ വൈതലാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ ഈ നിലവാരത്തിലൂടെ പരിശുദ്ധാത്മാവ് നടത്തും. അതിൽ പ്രിയപ്പെടുന്നവരാണ് ദൈവസന്നിധിയിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് പാത്രരായി തീരുന്നത്. ആമേൻ. വെറുതെ ഒന്നും നടക്കത്തില്ല, ഇത് വില കൊടുത്തേ നടക്കത്തുള്ളൂ. വായിച്ചാട്ടെ. കാരണം മനുഷ്യ സാദൃശ്യത്തിലായി നമ്മൾ ഇതുവരെയും മനസ്സിലാക്കണം, പാപ സദൃശ്യം വിട്ട് നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡത്തിന്റെ ബലഹീനമായ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും വിട്ട് നമ്മളിന്ന് വിശുദ്ധിക്കായി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ നമ്മൾ ചെയ്യാതെ ആത്മാവ് നമ്മളെ നടത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ദൈവ തേജസ് നമ്മളിൽ ഉരുവാക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവപുത്രൻ ആ തേജസ് വിട്ട് ജഡത്തിൽ അവതരിച്ചെങ്കിൽ നമ്മൾ ഈ ജഡത്തിൽ ഇരുന്ന് ദൈവ തേജസ്സിനെ പ്രാപിക്കേണ്ടത് ആത്മാവിനെ അനുസരിക്കുമ്പോൾ ജഡത്തെ ക്രൂശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കർത്താവ് ഒരിക്കൽ കാൽവറി അനുഭവിച്ചെങ്കിൽ നമ്മൾ അനുദിനം നമ്മൾ കാൽവറിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകണം, ക്രൂശീകരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകണം. അപ്പോൾ പലതും ജീവിതത്തിൽ വേണ്ടത് വെക്കുമ്പോഴാണ് ദൈവ തേജസ് നമ്മളിൽ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. വായിച്ചാട്ടെ. ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി താഴ്ത്തി. കണ്ട, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. കണ്ടോ? താഴ്ത്തി. സ്തോത്രം. ഈ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇടപെടുന്ന ചില മേഖലകൾ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ തന്നെത്താൻ താഴ്ത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. തന്നെത്താൻ താഴ്ത്തുവാൻ, അല്ലെ? തന്നെത്താൻ താഴ്ത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടും. എന്തുകൊണ്ടാണ്? ഇത് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരോട് ദൈവത്തിന്റെ ആലോചന, പരിശുദ്ധാത്മാവിന്റെ ആലോചന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുടെ ഹൃദയത്തോട് ഇടപെടും. അങ്ങനെ ക്രിസ്തു ഇങ്ങനെയാണ് പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ചത്. അതുകൊണ്ട് ഇതേ മാതൃകയിൽ നിന്റെ ജീവിതത്തിലും പലതും കടന്നു വരുമ്പോൾ നീ തന്നെത്താൻ നിനക്ക് പല പദവികൾ നഷ്ടമാകുമ്പോൾ അത് വേണ്ടത് വെച്ച് താഴോട്ട് ഇറങ്ങാൻ റെഡിയാകണം. പല കോളുകളും നിന്നെ വിളിക്കാനാവുമ്പോൾ അവരെ തിരിച്ച് വിളിക്കാനല്ല, ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. കാര്യം എന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാനുണ്ട്. ആമേൻ. എന്റെ ജീവിതത്തിൽ കാൽവറിയുടെ അനുഭവം കടന്നു വരുവാനുണ്ട്. അവിടെ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിത്തറ ഉറയ്ക്കുവാനുണ്ട്. അതിനായിട്ടാണ് ഞാൻ ഈ നാളുകൾ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുന്നവർ ഭാരപ്പെടുകയല്ല വേണ്ടത്, ദൈവസന്നിധിയിൽ സന്തോഷിച്ച്
കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരാണ്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുസിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരാകണം. എങ്ങനെ ഇത് സാധിക്കണമെന്നുണ്ടെങ്കിൽ സാധിച്ചവരെല്ലാം ക്രിസ്തുവിന്റെ ഭാവം പ്രാപിച്ചവരാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം ധരിച്ചവരും പ്രാപിച്ചവരും ആമേൻ ഈ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അവിടെ വായിക്കുന്നത് ദാസരൂപം എടുത്ത സ്തോത്രം ഹാലലിയ മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, തന്നെത്താൻ മറ്റൊരുവന്റെ പരപ്രേരണയല്ല. ഇത് ക്രിസ്തു തന്നെ ഇത് റെഡിയായി. നമ്മൾ റെഡിയാവുമോ? നമ്മൾ പല പ്രസംഗങ്ങൾ നമുക്ക് വേണം. അതെ, ദൈവം അങ്ങനെയാണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ ദാസോത്രം ഹാലലിയ ദൈവത്തിന്റെ ഭാവം, ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ വെളിപ്പെടുവാൻ മറ്റൊരു ശുശ്രൂഷ, മറ്റൊരു പ്രസംഗം, മറ്റൊരു ആരാധന, ഇതെല്ലൂടെയൊക്കെയാണ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുമ്പോൾ തന്നെത്താൻ എന്ന പദത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉയർത്തും. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മെ തന്നെത്താൻ ഇതുപോലെ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ വെളിപ്പെടുവാൻ ഇതുപോലുള്ള അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ ഇടയായി തീരും. ആമേൻ. അവിടെ വായിക്കും തന്നെത്താൻ ഒഴിച്ച് വിളങ്ങി തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ അനുസരണം പ്രാപിക്കുക. ദൈവ തേജസ് വേണമെന്നുണ്ടെങ്കിൽ അനുസരണം പ്രാപിക്കണം. നമ്മുടെ ശരീരത്തിന് ഉയർപ്പ് വരണമെന്നുണ്ടെങ്കിൽ അനുസരണം പ്രാപിക്കണം. നമ്മുടെ ശരീര രൂപാന്തരത്തിന്റെ അടിസ്ഥാന ഘടകം അനുസരണം, ആത്മാവിന്റെ അനുസരണം, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന ആത്മാവിന്റെ അനുസരണം വെളിപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ സ്തോത്രം. അതുകൊണ്ട് ദൈവവും കണ്ടു അനുസരണമുള്ളവനായി തീർന്നാൽ ഒരു കാര്യം ഉറപ്പാ, ഉയർച്ച ഉറപ്പാണ്. അപ്പൊ ആരംഭത്തിൽ ഉയർച്ചയല്ല, ആരംഭത്തിൽ താഴ്ചയാണ്. ഈ ദുരുപദേശക്കാര് പ്രസംഗിക്കുന്നത് ആദ്യം നീ ഉയരാൻ പോവാന്നല്ല, അതല്ല പാറ്റേൺ. ആദ്യം നീ താഴ്ചയാണ് അനുഭവിക്കുന്നത്. ആദ്യം നീ താന്ന് കർത്താവ് വെച്ചിരിക്കുന്ന അതിനോളം നീ താഴേണ്ടതായിട്ട് വരും. ആമേൻ. അത് താഴ്ന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ദൈവം നിന്നെ ഉയർത്തുകയായിരിക്കും. ഹല്ലേലൂയ. കാര്യം നീ താഴ്ചയോളം നീ എത്തിക്കഴിഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന പരിധിക്ക് അപ്പുറത്ത് നിന്നെ കർത്താവ് വിടത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിധി നിന്റെ പരിധിയല്ല, ദൈവത്തിന്റെ പരിധി നിന്റെ ആലോചനയല്ല, ദൈവത്തിന്റെ പരിധി നിന്റെ ചിന്താഗതിയല്ല. ദൈവത്തിന്റെ പരിധി നിന്നിൽ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നീ കീഴ്പ്പെട്ടാൽ മതി, പരിശുദ്ധാത്മാവിനെ നീ അനുസരിച്ചാൽ മതി. ദൈവത്തിന്റെ പരിധി ആത്മാവ് നിന്നെ എത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ എത്തിയെങ്കിൽ മാത്രമാണ് ഇവിടെ അടുത്ത വാക്യം വായിക്കുന്നതാണ്. വായിച്ചേ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ശ്രദ്ധിക്കണം. അപ്പോൾ താഴ്ച വരുന്നാൽ മനസ്സിലാക്കണം ഉയർച്ചയുണ്ട്. താഴ്ച വന്നവർക്കേ ഉയർച്ചയുള്ളൂ. നമ്മുടെ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വരുമ്പോൾ പല വിഷയങ്ങളും നീ താഴ്ച അനുഭവിക്കുമ്പോൾ അതിൽ ഭാരപ്പെടരുത്. കാരണം നിനക്കാണ് ഉയർച്ച ദൈവം വെച്ചിരിക്കുന്നത്. കാര്യം ക്രിസ്തുവിനെ നീ ധ്യാനിക്കണം. കർത്താവ് അനുഭവിച്ചത് എന്താണ് മനസ്സിലാക്കണം. ഇത് എല്ലാവരുടെയും ലൈഫിലുണ്ട്. ഈ താഴ്ച വരുന്നുണ്ട്. ആ താഴ്ച അനുഭവിച്ചെങ്കിൽ മാത്രമേ ഉയർച്ചയുടെ മഹത്വം അറിയത്തുള്ളൂ. വായിച്ചോ. ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. കണ്ടോ, ഇത് ക്രിസ്തുവിന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു. കർത്താവ് അത് ജയിച്ചു. കർത്താവ് ജയാളിയായി നമ്മൾ വെളിപ്പാട് പുസ്തകം കാണിക്കുമ്പോൾ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്രകളെ പൊട്ടിപ്പാനും അതിന് യോഗ്യനായ മറ്റാരും കണ്ടില്ല, ദൈവപുത്രൻ മാത്രമേ അവിടെ കണ്ടുള്ളൂ. അപ്പൊ അവൻ ജയിച്ചവനായിട്ട് സ്വർഗത്തിലില്ല, ഭൂമിയിലില്ല, പാതാളത്തിലില്ല, മൂന്നിടത്തും കാണുന്നില്ല. അപ്പോൾ ജയിച്ചു വരുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അപ്പോൾ കർത്താവ് അവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുമ്പോൾ നാം സേവിക്കുന്ന കർത്താവ് ജയിച്ചവനാണ്. ആമേൻ. സകലത്തെയും ജയിച്ചവനാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ വലതുഭാഗത്തുണ്ടെങ്കിൽ നാം കുലുങ്ങി പോവുകയില്ല. മനസ്സിലാക്കണം. അവന്റെ പ്ലാൻ അനുസരിച്ചാണ് കർത്താവ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമുക്കൊരു ഭാരത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതിനോട് ചേർത്ത് നമുക്ക് മറ്റ് രണ്ട് വിഷയങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കുവാൻ പകൽ തന്നെ ഞാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനം
41 സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അടുത്തത്, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ആരെയാണ് വിടുവിക്കുന്നത്? ഇവിടെ വായിക്കുന്നത് എളിയവനെ ആദരിക്കുന്നവൻ. ആമേൻ, അവൻ ഭാഗ്യവാനാണ്. അടുത്തത്, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അപ്പൊ എളിയവനെ ആദരിക്കണമെന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, മനസ്സിലാക്കണം, എളിയവനായി തീരുവാൻ ദൈവം ഒരു പ്രൊസീജിയർ വെച്ചിട്ടുണ്ട്. ആമേൻ, ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആരും ജനനത്തിങ്കലെ എളിയവനായിട്ട് ഇരിക്കുന്നില്ല. ജന്മനാ പാപിയായിട്ടാണ് എല്ലാ മനുഷ്യരും ജനിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ പാവം നിന്നിൽ വരുമ്പോൾ നീ എളിയവനായി തീരും, നീ താഴ്ച വന്നവനായി തീരും. അപ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ശ്രദ്ധിക്കണം, ഹല്ലേലൂയ. അപ്പോൾ നീ നിമിത്തം പലരും രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ, നമുക്ക് വേണ്ടി എളിമയായി തീർന്ന ഒരു നാമമേ ഉള്ളൂ. അത് സകല നാമങ്ങൾക്കും മേലായ നാമമാണ്, യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അപ്പോൾ ആ നാമത്തിൽ ആശ്രയിച്ചിരിക്കുന്ന, ആ നാമത്തിൽ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ, അങ്ങനെയെങ്കിൽ ഒരു നാമമായി ഈ ഭൂമിയിൽ എളിമപ്പെട്ടിട്ടുള്ളൂ. മറ്റെല്ലാം പാപത്തിന് കീഴ് അടഞ്ഞു കിടന്നപ്പോൾ ഒരേ ഒരു നാമം, ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരേണ്ടിയിരുന്ന ദൈവസന്നിധിയിൽ വെളിപ്പെട്ടു വരുന്ന പല അനർത്ഥത്തിന്റെ വാളുകളും ന്യായവിധിയുടെ വാളുകളും നിന്റെ ശിരസിനെ വിട്ട് ഒഴിഞ്ഞു പോയതിന് കാരണം എളിമയായി തീർന്ന ഒരു നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അപ്പോൾ ആ നാമത്തിൽ ആശ്രയിക്കുന്ന ഒരുവനെ ലജ്ജിച്ചു പോകുകയില്ല. അപ്പൊ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അടുത്തത്, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എളിയവനെ ആദരിക്കുന്ന ഒരു ലോകമല്ല ഇത്. എളിയവനെ ആദരിക്കുന്ന ഒരു ലോകമല്ല ഇത്. വാളെടുത്തോ പരിചയെടുത്തോ സൈന്യബലം കൊണ്ടോ ജയിച്ച ഒരു നാമമല്ല നമ്മൾ സ്വതന്ത്രം ഉയർത്തുന്നത്. അവൻ തന്നെത്താനൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നവരിൽ സ്വതം ലോകം നോക്കുന്ന ഒരു പ്രകടനങ്ങളും കാണുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുവാൻ ഇടയായി തീരുമ്പോൾ മനസ്സിലാക്കണം, എളിമ ധരിച്ചവനിൽ സ്വതം ആശ്രയിക്കുന്നവന്റെ മേൽ നിന്ന് അനർത്ഥം ഒഴിഞ്ഞു പോകേണ്ടതിന് പ്രിയപുത്രനെ പിതാവ് അയക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ, ആ പ്രിയപുത്രൻ നിമിത്തം നമ്മളുടെ ജീവിതത്തിൽ രോഗശാന്തിയും വിടുതലും വെളിപ്പെടുത്തിയെങ്കിൽ, ആ നാമത്തിലാണ് സ്വർലോകർ, ഭൂലോകർ, അധോലോകർ എല്ലാവരുടെ മുഴങ്കാൽ ഒരുപോലെ മടങ്ങുന്നത്. അങ്ങനെ പ്രിയപുത്രനെ എളിമയുള്ളവനാക്കി അനുസരണയുള്ളവനാക്കി തീർത്തെങ്കിൽ മനസ്സിലാക്കണം, പിതാവ് വെച്ചിരിക്കുന്ന ഇടർച്ചക്കല്ലും മൂലക്കല്ലും ഈ നാമത്തിൽ മാത്രമാണ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അതിനോട് മത്സരിക്കുന്നവൻ ഒന്നും രക്ഷ പ്രാപിക്കുന്നില്ല. അവനെ ആദരിക്കുന്നവൻ മാത്രം ആ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എളിയവൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ അവിടെ ഇങ്ങനെ ചോദിച്ചാൽ വർത്താനവും പറയാതെ കുഞ്ഞ് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവന്റെ കാര്യമല്ല ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. ആമേൻ. പലരും സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എളിയവൻ ആരാണ്? എളിയവൻ ഒരുവൻ, എളിയവനെ എന്നാ പറയുന്നത് അല്ലേ, എളിയവരെയല്ല, എളിയവനെ, ഏകന്റെ കാര്യം പറയുന്ന, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എളിയവനായി ഏകനായി ഇവിടെ എളിമ പ്രാപിച്ചു വന്ന ഒരുവനെ ഉള്ളൂ. അല്ലാതെ എന്താ അവന്റെ വായിനാൽ സകത്ത് ഉളവാക്കിയവനാണ് എളിമ ധരിച്ചു വന്നത്. ഹല്ലേലൂയ. ഇവിടെ ഒന്നുമില്ലെങ്കിലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല പലർക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? ഈ നിലവാരത്തിലാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഇത് വായിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഇടപെട്ട ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് യോനായെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുണ്ട് അല്ലേ? യോന പ്രവാചകനെ ദൈവം വേർതിരിക്കുമ്പോൾ ഒരു വലിയൊരു ഉദ്ദേശത്തിനായിട്ടാണ് ദൈവം അവനെ വേർതിരിക്കുന്നത്. അവന്റെ മേൽ വേർതിരിച്ചു കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അവനെ സ്തോത്രം ഒരു വലിയ ശുശ്രൂഷ, ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രിയിലേക്കാണ് കർത്താവ് യോനയെ കൊണ്ടുവരുന്നത് അല്ലേ? ഒരു ഓവർസീസ് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റൊരു രാജ്യത്തിൽ പോയി ദൈവത്തിന്റെ ന്യായവിധിയെ പ്രസംഗിക്കണം. അങ്ങനെ ഒരു വലിയ പ്ലാനിലേക്കാണ് ഈ യോനായ ദൈവം കൊണ്ടുവരുന്നത്. പക്ഷേ ഇവൻ സ്തോത്രം അനുസരണ പ്രാപിച്ചിട്ടില്ലായിരുന്നു അല്ലേ? അനുസരണ പ്രാപിച്ചിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഉപദ്യാവ് കഴിഞ്ഞാണ് യോന. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ
അനുസരണം പ്രാപിക്കാതെ യോന മുമ്പോട്ട് പോയപ്പോൾ യോനായുടെ ജീവിതത്തിൽ ഇടപെട്ട ചില വിഷയങ്ങളുണ്ട്. കാരണം നമ്മളത് വായിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ അവസാന ഭാഗം, അതിന്റെ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ അതിന്റെ 9-ാം വാക്യം, 4:9 മുതലൊന്ന് വായിച്ചേ. യോനായുടെ പുസ്തകം, യോനാ പ്രവാചകൻ 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം മുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം യോനായോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഈ യോനായുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ ശുശ്രൂഷ ചെയ്തു, പക്ഷെ അതിൽ താൻ തൃപ്തനല്ലായിരുന്നു. ദൈവം പറഞ്ഞാക്കിയ ശുശ്രൂഷ താൻ ചെയ്തു, പക്ഷെ അതിൽ തൃപ്തിയില്ല. അപ്പോഴും തന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. കാര്യം ക്രിസ്തുവിന്റെ ഭാവം അവനിൽ വെളിപ്പെടണം, അല്ലേ? ക്രിസ്തുവിന്റെ ഭാവം വെളിപ്പെടണം. ഏതൊരു ശുശ്രൂഷയുടെ നടുവിലും ശുശ്രൂഷകളിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, അത് ക്രിസ്തുവിന്റെ ഭാവമാണ്. ഏതൊരു ശുശ്രൂഷകനും ഭൂമിയിൽ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവന്റെ അംബാസഡറായിട്ടാണ് ഏതൊരു ശുശ്രൂഷകനും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ അരുളപ്പാടുകൾ വെളിപ്പെടുത്തുമ്പോൾ സ്വർഗത്തിന്റെ അരുളപ്പാടുകളായിട്ട് സ്വർഗരാജ്യത്തിന്റെ പ്രതിനിധിയാണ് ദൈവവചനവുമായി ആത്മാവിന്റെ നിറവോടെ ആ വചനം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ദൈവാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരൊക്കെയും ദൈവരാജ്യത്തിന്റെ പ്രതിനിധികളാണ്. അവരിൽ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ ദൈവത്തിന്റെ അംബാസഡേഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ ഹൃദയം അവർക്ക് പകർന്നു കൊടുക്കും. ദൈവത്തിന്റെ ആലോചന പ്രിയപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കും. പക്ഷെ അത് എല്ലായ്പ്പോഴും അത് നല്ല നിലവാരത്തിൽ ഉൾക്കൊള്ളുന്നവരല്ല പലരും. പക്ഷെ യോനായുടെ സ്വഭാവം നമ്മളിവിടെ നോക്കുമ്പോൾ രാജ്യത്തിന് നേരെ വരേണ്ടിയിരുന്ന അനർത്ഥം മാറിപ്പോയി. ശുശ്രൂഷകൾ ജനം മാനസാന്തരപ്പെട്ടു. അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ വരുമെന്ന് പറഞ്ഞ അനർത്ഥം മാറിയപ്പോഴും ഇവനിൽ ക്രിസ്തുവിന്റെ ഭാവമില്ലായിരുന്നു. ആ ഭാവമില്ലാത്തത് കൊണ്ട് ആ നേരത്തെ എന്ത് സംഭവിച്ചു? ആ ജനത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിവിടെ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഭാവമാണ് നമ്മൾ വായിച്ചതെങ്കിൽ നമ്മൾ ഈ ഭാഗം നമ്മൾ മടങ്ങി വരണം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്നാൽ നമ്മൾ ഇതിന്റെ ഇടയിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? യോന എന്തുകൊണ്ടാണ് ഈ സ്വഭാവത്തിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ ദൈവിക ഇടപെടൽ അവിടെ വരണം, അല്ലേ? എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇവനിൽ ഈ ക്രിസ്തുവിന്റെ സ്നേഹമില്ല. ക്രിസ്തുവിന്റെ സ്നേഹമില്ല. അനർത്ഥം വരുന്നു. ആ അനർത്ഥം അവന്റെ ശുശ്രൂഷയിലൂടെ ദൈവം മാറ്റുകയാണ്. അപ്പോഴും അവിടെ സ്വന്തം അനർത്ഥത്തിനായിട്ട് കാത്തിരിക്കുന്ന യോനായാണ് നമ്മൾ അവിടെ കാണുന്നത്, അല്ലേ? യോന എന്താണ് അവിടെ ചെയ്യുന്നത്? യോന വീണ്ടും ആവണക്ക് വേഗത്തിൽ ദൈവത്തിന്റെ കൽപ്പനയാല് ഒരു ആവണക്ക് അവിടെ ഉണ്ടായി വന്നു. അത് കരിഞ്ഞുപോയി. കരിഞ്ഞുപോയപ്പോ അവന് ചൂടായതിന് കാരണമാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. അവിടെ വായിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 3 മുതൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 2 മുതൽ വായിക്കുമ്പോൾ, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ടും എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. അപ്പോൾ ശുശ്രൂഷകരിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ദൈവ സ്നേഹമാണ്. ആ ദൈവ സ്നേഹത്തിന് അഗാപ്പയാണ്. അത് ദൈവത്തിന്റെ സ്നേഹമാണ്. പ്രിയപുത്രനെ നൽകുകയും നമ്മളുടെ കുറവുകളെ നോക്കാതെ ഔദാര്യമായി നൽകിയ ദൈവപുത്രൻ നിമിത്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്തു. നമ്മുടെ കടങ്ങളെല്ലാം പുത്രന്റെ മേൽ ചുമത്തി അവനെ തകർത്തു കളഞ്ഞു. അങ്ങനെ പ്രിയപുത്രനെ നൽകിയ പിതാവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ അവൻ എന്നോട് ചൊരിഞ്ഞ അവന്റെ കരുണ
ദയ എത്രയോ വലിയതാണ്. അത് മനുഷ്യരിൽ ആരിലും കാണുകയില്ല, ഒരു മനുഷ്യരിലും കാണുകയില്ല, ഒരു കുടുംബത്തിലോ ഒരു മാതാവിലോ ഒരു പിതാവിലോ കാണുകയില്ല. ഏറ്റവും അധികമായി കാണുന്ന ഒരു മാതാവിന്റെ സ്നേഹമാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ഭൂമിയിൽ ഒരു മാതാവിന്റെ സ്നേഹമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയത്തുമില്ല. അപ്പോൾ മനസ്സിലാക്കണം, പ്രിയപുത്രനെ നൽകിയ സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുമ്പോൾ ഈ സ്നേഹത്തോടു കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ യോനായ്ക്ക് കാര്യങ്ങളെ ചിന്തിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അനേകരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാതിരിക്കുന്നത്. പല സാഹചര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നതിന് കാരണം ദൈവസ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. പലർക്കും തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം, മത്സരങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം, ഭിന്നത ഉണ്ടാകുന്നതിന് കാര്യം ദൈവസ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. കാര്യം ദൈവപുത്രനെ നൽകിയ പിതാവിനെ ഓർക്കാൻ തക്കവണ്ണം ഹൃദയത്തിന് വിശാലതയില്ല. വിശാലത ഇല്ലാത്തതിന് കാരണം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ പിതാവിന്റെ സ്നേഹം ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, നിന്റെ താഴ്ചയുടെ നടുവിൽ, മുറുകെ പിടിച്ചുകൊള്ളണമെന്നുള്ള വിചാരങ്ങളുടെ നടുവിലെല്ലാം താഴ്ച ധരിക്കുമ്പോൾ, താഴ്മ ധരിക്കുമ്പോൾ നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിന്റെ അഗാപ്പയാണ് നിന്നെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനും ക്രിസ്തു യേശുവിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുവാനും കാരണമായി തീർന്നത്. അപ്പോൾ ആ ദൈവസ്നേഹമാണ് അവിടെ സ്തോത്രം ഹല്ലേലൂയ കാണാതെ വരുന്നത്. അവിടെ വായിക്കുമ്പോൾ ഈ വരങ്ങളൊക്കെയും പ്രാപിച്ചാലും പ്രവചിച്ചാലും, അല്ലെ, പ്രവാചകനാകുന്ന യോന പ്രവചിക്കുന്നതിലാണ് പ്രാധാന്യം ഇരിക്കുന്നത്, അല്ലെ. ദൈവത്തിന്റെ ആലോചന സ്തോത്രം ആ ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ അവൻ പ്രവചിക്കുകയാണ്. ആ പ്രവചനങ്ങളെല്ലാം ചെയ്താലും ശരി, അവിടെ വചനം പറയുന്നത് എന്താണ്? ദൈവ സ്നേഹമില്ല എങ്കിൽ, അടുത്ത വാക്യം വായിച്ചാട്ടെ. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും കണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പദമുണ്ട്, എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും. നമ്മൾ അവിടെ നോക്കുമ്പോ യോനായുടെ പുസ്തകത്തിൽ അവിടെ വായിക്കുന്ന എന്താണ്? അവിടെ വായിക്കുന്ന എന്താണ്? ഓ സ്തോത്രം സ്തോത്രം. അവിടെ ദൈവം യോനായോട് നീ ആമണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് കണ്ട. ചുടുവാൻ ഏൽപ്പിക്കുന്ന മനോഭാവം ശ്രദ്ധിക്കണം. അതുണ്ടായിട്ടും കാര്യമില്ല. കാരണം നിന്നിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ലാതെ എല്ലാം ചെയ്യാം. ദൈവസ്നേഹമില്ലാതെ വലിയ ഇന്റർനാഷണൽ മിനിസ്ട്രി ചെയ്യാനും പറ്റും. ദൈവസ്നേഹമില്ലെന്നേ ഉള്ളൂ. മനസ്സിലാക്കാം. ദൈവസ്നേഹമില്ലാതെയും പ്രവചിക്കാം, ദൈവസ്നേഹമില്ലാതെയും സ്വന്തം ദാനധർമ്മങ്ങൾ ചെയ്യാം, ദൈവസ്നേഹമില്ലാതെയും പാസ്റ്ററുടെ വേഷം കെട്ടാം. പക്ഷേ ദൈവസ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വരയാണ്, അല്ലേ? അത് തിരിച്ചറിയണം. അപ്പോൾ എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ കണ്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് പ്രയോജനമില്ലാതെ ഇരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇത് അനേകരുടെ ജീവിതത്തിൽ ഈ അനുഭവമുണ്ട്. ഇത്രയൊക്കെ ശുശ്രൂഷിച്ചിട്ടും ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവനാമത്തിന് വേണ്ടി നിന്നിട്ടും പ്രയോജനമില്ലാതെ നിൽക്കുന്ന ഒരു അനുഭവം. നീ പ്രയോജനമുള്ളവനാകുന്ന എപ്പോഴാണെന്നറിയാമോ? എനിക്ക് വേണ്ടി ഊറ്റപ്പെട്ട തിരുരക്തത്തിന്റെ മഹത്വം എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആത്മാവിരുവായി തലയുള്ള വാളായി ഇറങ്ങി വരുമ്പോഴാണ് നീ പ്രയോജനമുള്ളവനായി തീരുന്നത്. കരങ്ങൾ ദൈവത്തെ ബോധപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവ സന്നിധിയിൽ നീ പ്രയോജനമുള്ളവനായി തീരണമെന്നുണ്ടെങ്കിൽ ഈ അഗാപ്പെ നിന്റെ ഹൃദയത്തിലേക്ക് വരണം. ആമേൻ. വായിച്ചാട്ടെ. കണ്ടോ, ഇവന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ സന്നിധിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ ജനം മാനസാന്തരപ്പെട്ട് വരുമ്പോഴും അവർ ദൈവകൃപയിൽ മടങ്ങി വരുമ്പോഴും ആ ജനത്തോട് ക്ഷമിക്കാൻ മനസ്സ് യോനായ്ക്കില്ല. ഹല്ലേലൂയ. അവന്റെ അവസാനം കാണുവാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാ? ദൈവസ്നേഹമില്ല. വചനം പറഞ്ഞ സ്തോത്രം, സ്നേഹം ദീർഘമായി കണ്ടോ, ദീർഘമായി ക്ഷമിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും കയ്പുണ്ടെങ്കിൽ നമ്മൾ ദീർഘമായിട്ട് ക്ഷമിക്കുന്നില്ല. യോനയെ പോലെയാ, ദീർഘമായി ക്ഷമിക്കുന്നില്ല. അടുത്തത് കണ്ടോ, ദയ കാണിക്കുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന എന്താണ്? അതിന് യഹോവ അതിന്റെ 4-10 വാക്യം, അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാത്ത ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആമണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം. കണ്ടോ, നമ്മുടെ എല്ലാം അയ്യോ ഭാവം കൊണ്ടൊന്നും ദൈവസന്നിധി എത്തത്തില്ല കേട്ടോ. നമുക്കെല്ലാം പലർക്കും അയ്യോ ഭാവമേ ഉള്ളൂ, പലർക്കും അയ്യോ ഭാവമേ ഉള്ളൂ, അല്ലാതെ ദൈവസ്നേഹമില്ല.
കാരണം എന്താ കാരണം? ദൈവവും മനുഷ്യനുമായിട്ടുള്ള കോൺവെർസേഷൻ നോക്കണം. അടുത്ത വാക്യം എന്താ പറയുന്നത്? എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള കാരണം മഹാനഗരമായ നിനവയോട് അപ്പോൾ ദയ കാണിക്കുന്നത് ആർക്കാ? അപ്പോൾ ദയ കാണിക്കാൻ ആവശ്യപ്പെടുകയാണ്. ദൈവം യോനായോട് ആവശ്യപ്പെടുക, മകനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഫലം പുറത്തു വരട്ടെ. എനിക്ക് ദയയുള്ള പോലെ യോനായ നിനക്കെന്താ ദയയില്ലാത്ത? എനിക്ക് കരുണയുള്ള പോലെ നിനക്കെന്താ കരുണയില്ലാത്ത? ഞാൻ സ്നേഹിക്കുന്ന പോലെ നിനക്കെന്താ സ്നേഹമില്ലാത്തത്? ദൈവത്തിന്റെ സംഭാഷണം ഇതാ കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. നിന്നോട് ദൈവം ഇടപെടണമെന്ന് പറയുമ്പോൾ, നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിന്നിൽ കരുണയുണ്ടോ, സ്നേഹമുണ്ടോ, ദയമുണ്ടോ, വിശ്വസ്തതയുണ്ടോ എന്നുള്ളത് ദൈവം നോക്കുമ്പോൾ ഇത് ഇല്ലാതെ വരുമ്പോൾ ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണ്. അതിനു വേണ്ടിയാ മകനെ നീ ഈ നിനവയുടെ അനുഭവത്തിലേക്ക് ചെന്ന് കിടക്കുന്നത്. നീ നോക്കിയിരിക്കുമ്പോൾ നിന്റെ മനസ്സുകൊണ്ട് വിധി എഴുതിയിരിക്കുന്ന പലരും ജീവനിലേക്ക് പ്രവേശിക്കുമ്പോഴും അവർ സന്തോഷിക്കുകയും ചെയ്യുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഇടപെടാത്ത ദുഃഖത്തിന് കാരണം എന്നാണെന്നറിയാവോ? ഈ ഫലം നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ആളല്ലേ, അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ക്രിസ്ത്യ ജീവിതത്തിന്റെ അകത്ത്. ആമേൻ. ആളല്ലേ, ആ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞു കൂടാത്ത 1,20,000 ചുറ്റുവാനും മനുഷ്യരെയും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ പാപം തോന്നരുതോ എന്ന് ചോദിച്ചു. അതായത് ദൈവം ക്ഷണത്തിൽ ഒരാവണക്കിനെ ദൈവം നട്ടുണ്ടാക്കി, അല്ലെങ്കിൽ കൽപ്പിച്ചുണ്ടാക്കി. അത് നോക്കി നിന്ന സമയത്ത് വളർന്നു കയറി വന്നു. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ക്ഷണനേരം കൊണ്ട് ചില അത്ഭുതങ്ങൾ നടക്കുമ്പോ ഉണ്ടല്ലോ, അതിൽ ഉടനെ സന്തോഷിക്കുകയല്ല വേണ്ടത്. ആ അത്ഭുതം നടക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് എന്നോട് സംസാരിക്കുവാനുണ്ട്. എന്താ സംസാരിക്കുന്ന വിഷയം? ആവണക്കിനെ കുറിച്ചല്ല, ഉണ്ടായി വന്ന ആവണക്കിനെ കുറിച്ച് ദൈവത്തിന് സംഭാഷിക്കേണ്ട കാര്യമില്ല. ഇന്നുള്ള പല തിയോളജികളും ഇന്നുണ്ടായ നിനക്ക് കിട്ടിയ എന്തെങ്കിലും നന്മയുടെ വെളിച്ചത്തിലല്ല ദൈവം നിന്നോട് സംസാരിക്കുന്നത്. നിനക്ക് വന്ന നന്മയുടെ പിന്നിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ നിന്നോട് ഇന്ററാക്ട് ചെയ്യാനുണ്ട്, ചില കാര്യങ്ങൾ ഇടപെടാനുണ്ട്. കാരണം എന്നാ? നിനക്ക് ആവണക്ക് നിമിത്തം അയ്യോ ഭാവമെങ്കിൽ എനിക്ക് നിലവേക്കാർ നിമിത്തം അയ്യോ ഭാവം. ആമേൻ. മനസ്സിലാക്കണം ദൈവത്തിന്റെ സ്വഭാവം. നീ ഏത് വിഷയത്തിലാണ് ദൈവത്തിന്റെ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നത്, ആ വിഷയം നിമിത്തം നീയും ദൈവവുമായിട്ടൊരു സംഭാഷണത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരും. ഇതൊരു പ്രവചനവചനമാണ്. വായിച്ചാട്ടെ. നമ്മൾ സ്തോത്രം. ഹാലലിയ. 13-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 1 കൊരിന്ത്യർ 13-ന്റെ അകത്തേക്ക്. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. കണ്ടോ? സ്നേഹം ദീർഘമായി കണ്ടോ? ക്ഷമിക്കണം. നീ പലപ്പോഴും പലർക്കും പല വിഷയങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയുന്നില്ല, വിട്ടുകളയാൻ കഴിയുന്നില്ല. പക്ഷെ ദൈവ സ്നേഹം എന്ന് പറയുന്ന അഗാപ്പെ എന്ന് പറയുന്നത് ക്ഷമിക്കാൻ കഴിയുന്നതാണ് അഗാപ്പെ. ആമേൻ. ഹല്ലേലൂയ. കാര്യം ക്ഷമിച്ചു കളയണം. പിതാവായ ദൈവം നമ്മുടെ അകൃത്യം ക്രിസ്തുവിൽ ക്ഷമിച്ചതുപോലെ. ആമേൻ. നമ്മുടെ മുമ്പിൽ എത്ര കടുഞ്ഞുവപ്പായ വിഷയം വന്നാലും കർത്താവ് അത് ക്ഷമിക്കുമെന്ന് അറിയാതെ നീ സംസാരിക്കരുത്. കർത്താവ് കടിഞ്ഞുവപ്പായതെല്ലാം ഹിമം പോലെ വെളുപ്പിക്കും. അപ്പോൾ യോനാമാരുടെ ഹൃദയത്തിൽ അപ്പോഴും അത് കടിഞ്ഞുവപ്പായിട്ട് തന്നെ ഇരിക്കുക. അതിന്റെ വെളിച്ചത്തിലല്ല സംസാരിക്കേണ്ടത്. പലതും ദൈവം ക്ഷമിക്കുമ്പോഴും നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ നീ റോങ് സൈഡിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ഇവിടെ കാണുന്ന യോനായിൽ കാണുന്ന സ്വഭാവമൊക്കെ ചീർപ്പുണ്ട്. അടുത്തതെന്താണ്? അവിടെ വായിക്കുമ്പോൾ സ്പർദ്ധിക്കുന്നില്ല, സ്പർദ്ധയില്ല, നിഗളവില്ല, ചീർപ്പില്ല, അയോഗ്യതയില്ല, സ്വാർത്ഥതയില്ല, ദ്വേഷിക്കുന്നില്ല. കണ്ടു? ഇതെല്ലാം യോനയിൽ അവിടെ കാണുക. ഒരു വലിയ ദൈവപ്രവൃത്തി കണ്ടു.
കാരണം എന്താ? ഇതൊക്കെ വരുന്നതിന് പിന്നൊരു കാരണമുണ്ട്. തന്നെ ദൈവം ഒന്ന് സന്ദർശിച്ചു, അല്ലേ? തന്നെ ദൈവം ഒന്ന് സന്ദർശിച്ചു. നമുക്ക് ഇവിടെ ഒന്ന് മടങ്ങി വരണം. ആമേൻ. സഹോദരൻ, അതിനു മുമ്പ് നമുക്ക് ചില വിഷയങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കണം. ആമേൻ. യോനായുടെ പുസ്തകം നമ്മൾ 1-ാം അധ്യായം മുതൽ ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. 1:1 മുതൽ ഒന്ന് വായിച്ചു വന്നാട്ടെ. യോന 1-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ടെ. അമിത്തായിയുടെ മകനായ യോനായിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാക്കോബിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് ഊരി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീശിലേക്ക് പോയി കളയുവാൻ അതിൽ കയറി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഭൂമിയും സ്വർഗവും തമ്മിൽ സമ്മേളിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ച 2, 3 അവിടെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് മഹാനഗരമായ നിനവേയിലെ അകൃത്യം എവിടം വരെ എത്തി? നിലവിളി സ്വർഗത്തിലെത്തി. അപ്പൊ സ്വർഗത്തിലെത്തിയ നിലവിളി, സ്തോത്രം, അവിടെ നിലവിളിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് നിലവിളി സ്വർഗത്തിലെത്തുന്നത്. കണ്ട, ദുഷ്ടത എന്ന് പറഞ്ഞാൽ ദുഷ്ടത പ്രവർത്തിച്ചിട്ട് നീതിമാൻ അതിന്റെ അകത്ത് കണ്ണുനീര് വാർക്കുമ്പോൾ അവന്റെ നിലവിളിയാ സ്വർഗത്തിൽ ചെല്ലുന്നത്, അല്ലാതെ ദുഷ്ടന്റെ നിലവിളിയല്ല സ്വർഗത്തിൽ ചെല്ലുന്നത്. ചിന്തിക്കണം. പാപം ചെയ്തവന്റെ നിലവിളി സ്വർഗത്തിൽ ചെല്ല. അവൻ നിമിത്തം നീതിമാനായിരിക്കുന്ന ഒരുവൻ കണ്ണുനീര് കുടിച്ചാൽ അവന്റെ നിലവിളി, അവന്റെ കണ്ണുനീരാണ് സ്വർഗത്തിൽ ചെല്ലുന്നത്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്കിതിന് കാണുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോഹയുടെ കാലത്തും ഇത് തന്നെ സംഭവിച്ചു, അല്ലെ? നോഹയുടെ കാലത്ത് ജനം അതിക്രമം പ്രവർത്തിച്ചപ്പോൾ മനുഷ്യരുടെ പ്രവൃത്തി നിമിത്തം സ്വന്തം ദൈവസന്നിധിയിലേക്ക് നിലവിളി ഉയർന്നു. അതുപോലെ തന്നെയാണ് സ്വന്തം നിനവയല്ല സ്വന്തം സോദോമും ഗോമോറും ഇതുവരെ അവിടുത്തെ നിലവിളി എവിടെ ചെന്നു? സ്വർഗത്തിലെത്തി. ഇത് തന്നെയാണ് ഇവിടെ. അപ്പൊ ഓരോ പട്ടണങ്ങളില് നിലനിൽക്കുന്ന പ്രവൃത്തി നിമിത്തം അതിലെ നിഷ്കളം എന്ന് പറഞ്ഞാൽ നിരപരാധികളുടെ നിലവിളി അവിടെ ചെല്ലുന്നുണ്ടെന്നല്ല, സ്വർഗത്തിൽ ചെല്ലുന്നുണ്ട്. ഇന്നും അത് ചെല്ലുന്നുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് ചില നഗരങ്ങൾ, ചില ദേശങ്ങൾ ദൈവം അങ്ങ് മുടിച്ചു കളയുന്നതിന് കാരണം. അപ്പോൾ മനസ്സിലാക്കണം, ദൈവം ഭൂമിയിലെ രാജ്യങ്ങൾക്ക് മീതെ ദൈവം ഇരുന്നരുളുകയാണ്. ഇസ്രായേലിലല്ല, ഇത് മറ്റൊരു രാജ്യമാണ് നിനവേ, അല്ലെ? അശൂരിന് നിനവയിൽ ചെന്നുമ്പോ അവിടെ സ്വന്തം ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുകയാണ്. നമ്മൾ ഇതിന് ശേഷം ഇതിന്റെ ഈ ന്യായവിധി വീണ്ടും ആവർത്തിക്കുന്ന നഹൂം പ്രവചനത്തിന്റെ അകത്താണ്. അപ്പോ നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. ഒരിക്കൽ ദൈവം അത് മാറ്റിവെക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, സ്വർഗത്തിൽ നിലവിളി വന്നു. നിലവിളി സ്വർഗത്തിൽ ചെന്നു. ആ സ്വർഗത്തിൽ ചെന്ന നിലവിളി നിമിത്തം സ്തോത്രം എന്ത് സംഭവിച്ചു? അവിടെ സ്തോത്രം ദൈവം ആരെ അയക്കുകയാണ്? യോന അയക്കുകയാണ്. തുടർന്ന് ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. വായിച്ചു. യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടി പോകേണ്ടതിന് പുറപ്പെട്ട് യാക്കോബിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീശിലേക്ക് പോയി കളയുവാൻ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. അവിടെ നിന്നൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സമാധാനം ആർക്കാ? യോനായിക്ക് ഭയങ്കര സമാധാനം, അല്ലേ? സ്വസ്ഥത നശിക്കുന്ന സ്ഥലം ഇപ്പൊ എവിടെയാ? ഇപ്പൊ സമാധാനം ഇല്ലാത്ത എവിടെയാ? അല്ല, സ്വർഗത്തില്. കാര്യം നിലവിളി എവിടെയാ? സ്വർഗത്തിൽ. നിങ്ങളുടെ ഈ പന്നി വെടികൊള്ളുമ്പോഴോ മോള് അങ്ങനെ ആകല്ലേ? സ്വതന്ത്രം വളരെ സ്വർഗത്തില് സ്വസ്ഥതയില്ല. കാരണം എന്നാ? അവിടെ നിലവിളി അവിടെ സ്വർഗത്തിൽ കയറി. അപ്പോൾ അവിടുന്ന് ദൈവത്തിന്റെ ആലോചന വന്ന് നീ ചെല്ല്, കാര്യങ്ങൾ അവതരിപ്പിക്ക്, അവരെ മാനസാന്തരം പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാൻ മനസ്സില്ലാതെ അവിടെ സമാധാനം അന്വേഷിക്കുകയാണ്. ദൈവിക നിയോഗം മുമ്പിൽ കിടക്കുമ്പോൾ സമാധാനം അന്വേഷിച്ചു പോകുന്നവന്റെ പേരാണ് യോന.
അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. സ്വർഗത്തിൽ സ്വസ്ഥത ലഭിക്കുന്നില്ല, പിന്നെ ഈ അയച്ചവനാണെന്ന് യോനാടെ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കേണ്ട കാര്യം ആർക്കില്ല? സ്വർഗത്തിനില്ല. ഉണ്ടോ? സ്വർഗം അനുവദിച്ചാലാകട്ടോ നിന്റെ ഭവനത്തിലും വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. സ്വർഗം അനുവദിക്കണം. നീ കലക്കി മറിച്ചിട്ട് പോയിരുന്നാലൊന്നും സ്വസ്ഥത ഉണ്ടാകില്ല. നീ ചിലരങ്ങനെ മറ്റു ചില വിഷയങ്ങൾ കലക്കി മറിച്ച് അനേകരുടെ നിലവിളി എഴുന്നേൽപ്പിച്ച് അനേകരെ കുത്തിനോപ്പിച്ചിട്ട് നീ പോയി അനങ്ങാതെ കിടന്നുറങ്ങുന്നതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ ഭവനത്തിനും നിനക്കും സ്വസ്ഥത വരാതെ സ്വർഗം നിനക്ക് എതിരെ പ്രവാഹങ്ങൾ എഴുന്നേൽപ്പിക്കും. അപ്പൊ മനസ്സിലാക്കണം, ഒരുവന് സ്വസ്ഥത ആര് കൊടുക്കണം? സ്വർഗം കൊടുക്കണം. അപ്പൻ സമാധാനം കൊടുത്തില്ല, അമ്മ സമാധാനം കൊടുത്തില്ല, മക്കൾ സമാധാനം കൊടുത്തില്ല, ഇതൊക്കെ ശരിയാ. പക്ഷേ പൊതുവിൽ നിനക്ക് സമാധാനം നൽകാത്തതിന്റെ പിന്നിൽ നീ എവിടെയാണ് സ്വർഗത്തോളം ഉയർന്നു കിടക്കുന്ന പാപം ചെയ്തെന്നുള്ളത് ചിന്തിക്കണം. സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന ചില പാപങ്ങൾ നിനക്ക് എതിരെ പ്രവാഹങ്ങൾ ഉയരുവാൻ ഇടയാക്കുന്നുണ്ട്. ഇവൻ ഓടിപ്പോയത് കാരണം എന്താ? ദൈവസ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലേ? അതല്ലേ നമ്മൾ വായിച്ചേ. ആദ്യം വായിച്ചത് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ചിന്തിച്ചത് എന്താണ്? അവന് ദൈവസ്നേഹം ഇല്ലെന്നേ. അവന് സ്വാർത്ഥം അന്വേഷിക്കുന്നുണ്ട്, നിഗളിച്ചിരിക്കുക, ചീർത്തിരിക്കുക. ഇവനോടാണ് ദൈവം പറയുന്നത്, നീ പോയി പ്രസംഗിക്കണം. ഇവൻ ചെയ്യുവോ? പക്ഷെ ദൈവം അവനിൽ ചില വരങ്ങൾ പകർന്നിട്ടുണ്ട്. ഈ വരം പ്രാപിച്ചാലും അവനിൽ ഈ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാവണമെന്നില്ല. ഈ വരമുള്ളവരെല്ലാം ദൈവ അഗാപ്പേ ഉള്ളവരൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? വരങ്ങളുള്ളവരെല്ലാം ദൈവസ്നേഹമുള്ളവരുമല്ല. അപ്പൊ ദൈവസ്നേഹമില്ലാതെയും വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. അതാ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹമില്ലാതെ ജീവിതത്തിൽ നീതിയും ന്യായവും സത്യവും നിർമ്മലതയും മനസ്സലിവും ക്ഷമയും ഒന്നുമില്ലെങ്കിലും വലിയ വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, വലിയ പ്രവാചകനായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തെളിയുന്ന ഒരു പുസ്തകമാണ് യോനായുടെ പുസ്തകം. വായിച്ചേ. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. കണ്ടോ? ഈ ഒരു കാര്യം മനസ്സിലാക്കണേ, ഈ നിയോഗം തെറ്റിയവൻ സമൃദ്ധി ഉള്ളിടത്ത് കയറിയ അവിടെ ശൂന്യത വരും. മനസ്സിലാകുന്നുണ്ടോ? നിയോഗം തെറ്റിയവൻ സമൃദ്ധി ഉള്ളിടത്ത് കയറി അവിടെ ശൂന്യമായി പോകും. തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാ. ആമേൻ. വായിച്ചോ. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്നു നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കാരണം ഇവൻ സ്വർഗത്തെ ഇളക്കി, നിനവെ ഇളക്കിയിട്ട് എവിടെയാ സ്വസ്ഥത കണ്ടെത്തിയത്? കപ്പലിന്റെ അടിത്തട്ടില്. കണ്ടോ? അങ്ങനെയുള്ള ചിലരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിനവെ കലക്കി, സ്വർഗരാജ്യം കൂടെ കലക്കി. അങ്ങനെയുള്ള ഒരു വിശ്വാസ ജീവിതത്തിലുണ്ട്. സ്വർഗരാജ്യം കലക്കിയിട്ടേക്കും. ആമേൻ. അവൻ നിമിത്തം അനേകർ നിലവിളിക്കാൻ ഇടയാക്കും. ചില ബൈബിൾ കോളേജുകൾ അങ്ങനെയുണ്ട്, ചില സഭകളും സംഘടനകളും അങ്ങനെയുണ്ട്. നീതിയോടെ ഇരിക്കുന്നവരെ നിലവിളിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും അനുവദിക്കുകയും അതിന് സഹായം ചെയ്യുന്ന എല്ലാ ഉപദ്രവങ്ങളും എഴുന്നേൽപ്പിച്ചു വിടുന്ന ചില 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 ഇടങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ നിലവിളി സ്വർഗത്തോളം നിൽക്കുക. ഇവരെന്നെ അടി കയറി കിടന്നങ്ങ് ഉറങ്ങും, ഒരു കുഴപ്പമില്ല. നമ്മൾ ചിന്തിക്കും, ദൈവമേ ഇവന്റെ തലയ്ക്ക് ഒരു ഇടി വെട്ടണേ. ഇടിയല്ല വെട്ടേണ്ടത്, ഇടിയല്ല വേണ്ടത്. പിന്നെന്താ? തിരമാലകളാണ് ഉയരേണ്ടത്. പിന്നെ എന്നാ വേണം? ഇടി വെട്ടുന്നതിലും വലിയ ഇടികള് സ്വന്തം കയ്യിൽ ദൈവം ചിലരുടെ കൈ കൊടുക്കും. മനസ്സിലാക്കണം, വിശ്വാസം ഒരു വലിയ ആയുധമാണ്. പലരുടെ വിശ്വാസത്തെ ദൈവം തൊട്ടു. ശ്രദ്ധിക്കണം, ദൈവം എന്താ? ഈ അനങ്ങാതെ കയറി കിടക്കുന്നവന് വേണ്ടി മറ്റുള്ളവരുടെ വിശ്വാസത്തെ ദൈവം ഇളക്കും. അപ്പൊ ഈ ദൈവം നമ്മൾ സേവിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് ഉറങ്ങിക്കിടക്കുന്ന മേഖലകളെ ഈ ദേശത്തിലും ദൈവം തൊടും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മുടെ കർത്താവ്. വായിച്ചോ. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഞാൻ ചിന്തിക്കുക, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. കണ്ടോ? ഇവനോട് MTH എടുത്തവനോടാണ് തിയോളജിയുടെ ആരംഭ ദിശയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇവനോട് അല്ലേ? PhD എടുത്തവനോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, നീ പ്രാർത്ഥിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അവൻ ആ സാധനം എന്നാന്ന് ചിന്തിക്കണം. സകല അടവും സൂത്രവും കയ്യിലുള്ളവൻ, ദൈവത്തെ കളിപ്പിച്ചവൻ, അനുസരണം കെട്ടവൻ,
ഇവനോട് ഒരു സാധുവായ മനുഷ്യൻ പോയി പറയുക, എന്താ വേഗം എഴുന്നേറ്റ് പ്രാർത്ഥിക്കടാ, നമ്മളെല്ലാം തീരാൻ പോവാന്ന്. അപ്പൊ അവന്റെ ഉള്ളിലറിയും ഞാൻ തീരത്തില്ലെന്ന്. അപ്പോൾ ഇവൻ എത്ര ഹൃദയകഠിനാന്ന് ശ്രദ്ധിക്കണം. ഇവൻ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവൻ ഞാൻ ചോദിക്കട്ടെ, ദൈവസ്നേഹമുള്ളവനാണ് അവൻ പറയില്ല അങ്ങനെയല്ല, ആരംഭത്തിൽ അങ്ങനെയല്ല, ഇനി ഇത് കാരണം സ്വർഗത്തിലെ ദൈവമാണ്, ഞാൻ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഇത് വന്നതെന്ന് ആരംഭത്തിൽ. അപ്പോൾ ഇവൻ ഹൃദയകഠിനായിരുന്നു. ആര്? അങ്ങനെയാണ്. അപ്പൊ ഹൃദയകഠിനയിലും ശുശ്രൂഷയിലുണ്ട്. ഹൃദയം കഠിനപ്പെട്ടാലും ശുശ്രൂഷയും പ്രസംഗവും വരും. അയച്ചോ? നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കണ്ടോ ഉറപ്പില്ലാത്തവന്റെ വാക്ക്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിച്ചോണ്ടിരുന്നവനോട് ഉറപ്പില്ലാത്ത വാക്കുകൾ കൊടുക്കുവാൻ ഒരുത്തൻ നിയോഗിക്കുന്നത് കണ്ടോ? വായിച്ചോ? അനന്തരം അവർ വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനായ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. കണ്ടോ, നീ പറഞ്ഞു തരണം. അതായത് എങ്ങനെയാ അതിന്റെ അവസ്ഥ? എങ്ങനെയാ? ചീട്ടിടാൻ തുടങ്ങുക. ഞാൻ പറയട്ടെ, ഈ കളിപ്പീല് കാണിച്ചവന് ഒളിച്ചു പോകുന്നവനൊക്കെ മുമ്പിലുണ്ടല്ലോ, അവൻ ചെന്ന് കയറിയ പ്രസ്ഥാനം കലങ്ങി മറിയുമ്പോ പറയുന്നത് ആര് നിമിത്തമാ പ്രശ്നം എന്ന് പറയും. നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ ഈ കള്ളന്റെ ഉള്ളിലിരുന്ന് ചിന്ത തുടങ്ങി, ഞാൻ നിമിത്തമാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നേ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോ ഇവൻ പ്രാർത്ഥിച്ചു തുടങ്ങും. അതാണ് അതിന്റെ പ്രത്യേകത. ഇവനിട്ടാ പിടി വീഴുന്നെങ്കിൽ ഇവൻ പ്രാർത്ഥിച്ചു. അപ്പൊ തൊലിക്കെട്ടി ശ്രദ്ധിക്കണം എന്നാണ്. ഇവന്റെ തൊലിക്കെട്ടി ശ്രദ്ധിക്കണം. എങ്ങനെയാന്ന് യോനായുടെ അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ യോനായുടെ കാര്യം വന്നപ്പോ യോനായ്ക്ക് ചീട്ട് വീണു. യോന പറയണത് ഇനി ആര് നിമിത്തമാണ് വിഷയം. അപ്പൊ ഇത്രയും പേരുടെ നടുവിൽ ഇവന്റെ പ്രവചന ശുശ്രൂഷ പുറത്തു വന്നു കണ്ടോ? സാഹചര്യം കൊണ്ട് പുറത്തു വന്ന കണ്ടോ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, കളിപ്പിച്ചിട്ട് പോകുന്നവനാണെങ്കിലും സാഹചര്യം കൊണ്ട് നിന്റെ മേൽ പകർന്നത് വെളിപ്പെടേണ്ടതായിട്ട് വരും. മനസ്സിലാക്കണം. അല്ലാതെ ഒളിച്ചങ്ങ് പോകത്തില്ല. ചിലര് ദൈവവേല എന്ന് പറയാ വീട്ടത്തില് ഞാൻ ഇച്ചിരി അധ്വാനിച്ച് സമ്പാദിച്ചിട്ട് ദൈവവേല ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നവരുണ്ട്. നീ കയറി ചെല്ലുന്ന കമ്പനി, നീ കയറി ചെല്ലുന്ന ജോലി ഇടം അവിടെ കലങ്ങി മറിഞ്ഞിട്ട് അവസാനം എന്നാ നിന്റെ മുതലാളിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് ഓടുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചോണം. ഇതിന്റെ പിന്നിൽ ഇത് യോനായ കയറി ചെന്നേക്കുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അവനെ എപ്പോ എടുത്ത് പുറത്ത് കളയുന്നു അന്ന് ആ സെറ്റപ്പ് ഗതി പിടിക്കത്തുള്ളൂ. നീ പോയതെന്തുകൊണ്ടാ? ഈ പോയ സുഖമായിട്ട് ഉറങ്ങാൻ, സുഖമായിട്ട് നിൽക്കാൻ. നിലവേൽ വരുന്ന ഇപ്പൊ ആർക്കാ വിഷയം ഇരിക്കുന്നത് അല്ലേ? നിലവേൽ വരുന്നത് ആർക്കാണ് ഇപ്പൊ വിഷയം? മനസ്സിലാക്കണം. വിളിയുള്ളവന്റെ മേൽ അന്യായമായി പ്രാണനെ ഭയപ്പെടുത്തുന്ന പ്രവാഹങ്ങൾ എഴുന്നേൽക്കുമ്പോ നിനക്ക് പേടിയില്ല. പക്ഷെ നിന്നെ പേടിപ്പിക്കേണ്ടവരെ നിന്റെ കൂടെ കർത്താവ് പടകിന്റെ അകത്ത് തന്നിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ യോനായോട് ദൈവം പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലേ? അങ്ങനെ കാര്യം ചെയ്യാം. പടകിന്റെ നിയമം എവിടെ? കപ്പലിന്റെ നിയമം നിന്റെ നിയമത്തിന് എതിരെ ദൈവം നിർത്തുക. പടകിലുള്ളവരുടെ, കപ്പലിലുള്ളവരുടെ ജീവന്റെ പ്രമാണം നിന്റെ അനുസരണക്കേടിന്റെ പ്രമാണത്തിന് എതിരെ നിർത്തുകയാണ് ദൈവം. അല്ലേ? അങ്ങനെയല്ലേ ദൈവത്തിന് വചനം വായിക്കുന്നേ? വായിച്ചേ. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനായ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിൽ എന്താ? കണ്ടോ, അവിടെ ചോദ്യം ചോദിക്കാം. നിന്റെ തൊഴിൽ എന്താ? എന്റെ തൊഴിൽ ഇതാണ്, ഞാൻ പ്രവാചകനാണ്. നീ എന്റെ തൊഴിൽ എന്ന് പറഞ്ഞ ദൈവത്തെ കളിപ്പിച്ച് ഓടിപ്പോന്നാണ് എന്റെ തൊഴിൽ. അല്ലേ? കണ്ടോ, നിന്റെ തൊഴിൽ എന്തോന്നാ? എന്റെ പണി ഇതാണ്. ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയിട്ടും അതനുസരിക്കാതെ ഞാൻ പോവുകയാണ്. അതാണ് എന്റെ തൊഴില്. ദൈവസ്നേഹം അശേഷം ഇല്ല. മനസ്സിലാക്കുന്നു? ഇതെല്ലാം ചോദ്യ ചിഹ്നമായിട്ട് എഴുന്നേൽക്കുന്നുണ്ടോ? ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിൽ സംഭവിക്കുന്നത്. നീ ഏതാണോ ഒളിച്ചു വെച്ചിരിക്കുന്നത്, ഏതാണോ മറച്ചു വെച്ചിരിക്കുന്നത്, അതിനെ വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ടതിനാണ് ഇപ്പോൾ ഈ പടക് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അപ്പോൾ പല പടകുകളും പ്രതിസന്ധിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ അകത്തെല്ലാം ഓരോ യോനോമാര് ഇതുപോലെ അനങ്ങാതെ ഇരിപ്പുണ്ട്. അവൻ പുറത്തു വരാതെ ഒരിക്കലും തീരുമാനം ഉണ്ടാകത്തില്ല. പക്ഷെ അത് പുറത്തു വരും. ദൈവമാണ് ഇത് തുടങ്ങിയതെങ്കിൽ ദൈവം എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് പുറത്തു വരും. വായിച്ചേ. നിന്റെ തൊഴിൽ എന്താ? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ
പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട് ആ. നീ എന്തിന് അങ്ങനെ ചെയ്തു ആ. എന്ന് പറഞ്ഞു. ആ. അവൻ അവരോട് ആ. അറിയിച്ചിരുന്നത് കൊണ്ട് ആ. അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആ. ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. കണ്ടോ, ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മെ ഈ സാധാരണ മനുഷ്യർക്ക് ഒരു കൃപയിലിരിക്കുന്നവൻ കാണിച്ച അനുസരണക്കേട് മനസ്സിലാകണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അല്ല, ദൈവസന്നിധിയിൽ ഈ പൊളപ്പ് കാണിച്ചവനെ അത്ര പെട്ടെന്ന് മറ്റുള്ളവർക്ക് പിടികിട്ടത്തില്ല. പക്ഷേ അത് തിരിച്ചറിയിക്കുന്ന വിധം എന്താണെന്നറിയാവോ? സമൂലം കടലും പടകും എല്ലാം അങ്ങ് ഇളക്കും ദൈവം. അപ്പം ആത്മീകത പൊങ്ങി. അപ്പൊ ആത്മീകത പൊങ്ങി വരുന്നപ്പോഴാണെന്നറിയാം എല്ലാം കൈവിട്ട് കഴിയുമ്പോഴാണ് ആ സ്വർഗത്തിലേക്ക് മനുഷ്യൻ തിരിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം എത്തിക്കുമ്പോൾ തിരിച്ചറിയണം, എല്ലാ പിടിയും വിടുവാൻ ഇടയാകുമ്പോൾ തിരിച്ചറിയണം, അവിടെ ചിലതിനെ വിവേചനത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്, ചിലരെ വിവേചിക്കുകയാണ് അവിടെ. അപ്പൊ ദൈവം ചിലരെ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇങ്ങനെ ചിലത് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം കടലും പടകും കപ്പലും എല്ലാം ഇളക്കുന്നത്. നല്ലതുപോലെ വിവേചിക്കണം. അപ്പൊ അവന്റെ വാക്കുകളുടെ ഇടയിൽ നിന്നും അവർക്ക് മനസ്സിലായി ഇവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടാണ് ഇവൻ പോകുന്നതെന്ന് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? അടുത്തത് കണ്ടോ, അവിടെ ശ്രദ്ധിക്കണം. ഇവന്റെ വായിലെ വാക്കുകൾ ഓരോന്നും കേൾക്കുമ്പോൾ സമുദ്രം മേൽക്കുമേൽ കോപിക്കും. അപ്പൊ മനുഷ്യന്റെ വായിലെ വാക്കുകളോട് പ്രതികരിക്കുന്ന കടലിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവന്റെ വായിലെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഒരു സമുദ്രത്തെ നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ പ്രകൃതി നോക്കിയിരിപ്പുണ്ട് ദുഷ്ടന്റെ വായിലെ ഓരോ വാക്കും. ഓരോരുത്തരും തകർത്ത് കളയേണ്ടതിന് ഭൂമിയിൽ തന്നെ ഓരോന്ന് ഒഴുകിയിരിപ്പുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ മഹോദരമൊക്കെ എന്താന്നുള്ളത് വലിയൊരു വിഷയം. അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ വിഷയമില്ല. തുടർന്ന് വായിച്ചാട്ടെ. കോപിച്ചതുകൊണ്ട് അവർ അവനോട് കണ്ടോ, സമുദ്രം അടങ്ങണം. ആമേൻ, സമുദ്രം അടങ്ങണം. അപ്പൊ ഇവനറിയാം ഈ കടലിനെ ഇളക്കുന്ന സമുദ്രത്തിലെ ഓളങ്ങളെ ഉയർപ്പിക്കുന്നത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് എന്റെ വാക്ക് ഈ ഇരിക്കുന്ന കുറച്ചു പേരല്ല കേൾക്കുന്നത്, സമുദ്രം കേൾക്കുന്നുണ്ട്, ആകാശം കേൾക്കുന്നുണ്ട്, സ്വർഗം കേൾക്കുന്നുണ്ട്, പിതാവ് കേൾക്കുന്നുണ്ട്, മത്സ്യം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഞാൻ വഷളത്തരം കാണിച്ച മനസ്സിലാക്കണം, എന്നെ കൊല്ലുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ കൊല്ലുന്നതിന് മുമ്പ് വിഷയം എന്നാണെന്നറിയാമോ? ഈ ജനത്തെ ഇളക്കുക. ദൈവം ജനത്തെ ഇളക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുത്തുവാൻ ഒരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല. പ്രവാചകൻ എപ്പോഴാണെന്നറിയാമോ നിയോഗത്തിലേക്ക് കയറുന്നത്? നിന്റെ ചുറ്റും പ്രതിസന്ധികൾ എഴുന്നേൽക്കുമ്പോഴാണ് നിയോഗത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുന്നത്. പടകും കടലും ഓളങ്ങളും നിനക്ക് വിരോധമായി നിൽക്കുമ്പോഴാണ് പ്രവാചകൻ നിയോഗത്തിലേക്ക് സ്റ്റെപ്പുകളെ വെക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വേഗം വായിച്ച എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളയുക, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ടു വലിച്ചു, എങ്കിലും സമുദ്രം കോപിച്ചു, കോൾ പെരുകി വന്നു. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സമുദ്രം മനുഷ്യൻ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ ഈ പ്രകൃതി ഒരു മനുഷ്യൻ എന്ന വണ്ണം പ്രതികരിക്കുന്നത് അനുഭവപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, അതിൽ അതിശോക്തിയില്ല. ദൈവജനം പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ ആലോചനകൾ നിവർത്തിക്കുവാനാണ് പ്രകൃതിയെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവാലോചനയ്ക്ക് ഭംഗം വരുന്ന ഇടമുണ്ടെങ്കിൽ അവിടെ പ്രകൃതി പ്രതികരിക്കും. പ്രകൃതി പ്രതികരിക്കും. ആമേൻ. അപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കണം, ആ വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത്, എന്നാൽ അവർ ആ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ട് വലിച്ചു, എങ്കിലും സമുദ്രം കോപിച്ച് കോൾ അവർ സാധിച്ചില്ല. അതായത് എന്താണെന്നറിയാവോ? ഇവൻ ഈ മറ്റൊരു പ്ലാൻ ഈ മത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവിടെ ഇവൻ ചെല്ലണം. ആ പ്ലാന് എതിരാണ് ഇവന്റെ കാലിനി കരയിൽ തൊടരുത്. കരയിൽ അവന്റെ കാൽ തൊട്ട കരയോട് അടുത്ത നിയമം ചെയ്യേണ്ടി വരും ദൈവത്തിന്. അപ്പൊ കടലിന്റെ നിയമത്തിൽ നിന്ന് കരയുടെ നിയമത്തിലേക്ക് അനുസരണം കെട്ടവനെ വിടാതെ വണ്ണം ദൈവം കടലിന്റെ നിയമം കൊണ്ട് തന്നെ അവരുടെ താല്പര്യത്തെ തടുത്തു.
മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ വേണം കാര്യം മനസ്സിലാക്കാൻ, അല്ലേ? അങ്ങനെ വരുമ്പോ അപ്പൊ പ്രകൃതിക്ക് ജീവനുണ്ട്, പ്രകൃതി പ്രതികരിക്കുന്നതാണ്. അല്ലാതെ ഇത് വെറും വെള്ളമല്ല, ഇതിന് പ്രതികരണമുണ്ട്, ഇതിന് പ്രതികരണമുണ്ട്. പ്രകൃതി അടങ്ങിയിരിക്കുന്നില്ല, പ്രകൃതി പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ അടുത്ത ഭാഗം വായിക്കുന്ന എന്താണ്? പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. കണ്ടോ, അവർ യഹോവയോട്, ആരാ? യോനയല്ല, അവൻ മൗനവ്രതത്തില്ല, അവൻ മിണ്ടാതിരിക്കുക. കാര്യം ഇവന് നിലവിളിക്കട്ടെ, ഇവൻ ശാഠ്യത്തിൽ നിൽക്കുക. അപ്പൊ മനസ്സിലാക്കണോ, ഭയങ്കര കൊട്ടിയ ശാഠ്യമുള്ളവനെ അനുസരണ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാന്ന് ഇവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ഇവൻ നിമിത്തം ഇവന്റെ ചുറ്റും ഇരിക്കുന്നവർ ഇവൻ ആരെ നിന്ദിച്ചോ അവന്റെ പേര് ഉച്ചത്തിൽ വിളിക്കുന്ന കേൾക്കുന്ന. അപ്പൊ എന്റെ തിരിച്ചൊരു ചോദ്യം, അപ്പൊ ഇവർക്ക് ഇപ്പൊ ഇവന്മാരുടെ സ്വന്തം ദേവന്മാരൊന്നും വേണ്ട, കാര്യങ്ങൾ വേറെ റൂട്ടിലാ പോകുന്നത് കണ്ടപ്പോ എന്ത് ചെയ്തു? അവൻ സേവിക്കുന്ന ദൈവത്തോട് നിലവിളിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ഇതും ഒരു വിഷയമാകട്ടോ. നമ്മൾ ചില പ്രതിസന്ധിക്കകത്ത് വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവര് ദൈവം സെറ്റ് ചെയ്യുന്ന അങ്ങനെ ശ്രദ്ധിക്കും. ചിലരെ യഥാസ്ഥാനപ്പെടുത്തുന്നത് കണ്ടോ? ഈ ദൈവത്തെ നല്ലപോലെ ഒന്ന് അറിയണ്ടേ? ഹാളലി, അങ്ങനെ ചില മേഖലകളിൽ ദൈവം ഇടപെടും. നിനക്ക് മൂർച്ച വരണമെന്നുണ്ടെങ്കിൽ, നീ ശോഭിച്ചു വരണമെന്നുണ്ടെങ്കിൽ, നിന്നെ ചുമക്കുന്നവരും നിനക്ക് വേണ്ടി തണ്ടുവലിക്കുന്നവരും നീ ആർക്ക് നേരെ വിരോധമായി പ്രവർത്തിച്ചോ അവന്റെ നാമം വിളിച്ച് നിലവിളിക്കുന്ന ഗതിയിലേക്ക് എത്തും. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചു തൊട്ടടുത്ത്. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. സ്തോത്രം. ഹല്ലേലൂയ. നിർദോഷ രക്തം ചൊരിയിച്ച ഞങ്ങളുടെ മേൽ വരരുതേ. യഹോവേ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമേ, ഒരു മത്സ്യത്തെ അവിടെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് യോന ചെന്ന് വീഴും, ശരി തന്നെയാണ്. പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം ഇവിടെ പറയാം. ഈ കപ്പലിലുള്ളവർക്ക് ക്ഷണത്തിൽ ഈ കാറ്റും കൂടെ അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെയായിരുന്നു? നിങ്ങൾക്കറിയാം എങ്ങനെയാന്ന്? ഈ കപ്പൽ എങ്ങോട്ടാ പോകുന്നത്? തർശീസിലേക്കാ പോകുന്നത്. ആ കപ്പല് നിനവേലേക്ക് പോയാ പോരെ? നമുക്കെന്നാ ഇവൻ ഇങ്ങനെ ചെയ്തെങ്കിൽ, കർത്താവേ, യഹോവയായ ദൈവമേ, ഞങ്ങൾ ഇവനെ നിനവയുടെ സ്തോത്രം കടൽ തീരത്ത് ആ കരയിൽ ഇവനെ ഇറക്കി വിടാം, അത് നിമിത്തം ഈ കാറ്റും കടലും സ്വർഗം ശാന്തമാക്കണമെന്ന് ഞാൻ സ്പോട്ടിൽ ശാന്തമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അവന്മാരെ കൊണ്ട് ആ ശുശ്രൂഷ ചെയ്യിപ്പിക്കാതിരുന്നത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാ ചെയ്യിക്കാതിരുന്നത്? ദൈവത്തിന്റെ മഹത്വം ആർക്കും ദൈവം വിട്ടുകൊടുക്കത്തില്ല. അതാ അതിന്റെ കാരണം. ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പക്ഷേ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്നാണെന്നറിയാവോ? ഇവൻ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് വന്നില്ല. ആര്? യോന. അതാണ് വിഷയം. ഇവനെ വേഗത്തിൽ സ്തോത്രം എവിടെ എത്തിക്കാൻ? നിനവേലെത്തിക്കാൻ ഒരുപാട് ഇവന്റെ വായിലൂടെ തന്നെ പറഞ്ഞാൽ പോരെ, നീ ഞങ്ങളെ വേഗം നിനവേലെത്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിന്നോടും. പക്ഷെ അതവൻ പറയുന്നില്ല. അപ്പോൾ മനസ്സിലാക്കണം, അവൻ അനുസരണക്കേടാണ്, സത്യം പറയുന്നില്ല, മൂടി വെക്കും. ഇതെല്ലാം സംഭവിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരു തീരുമാനം എടുത്തവൻ ഇവരെ ഈ പടകിൽ ഇരുത്തിയാൽ പറ്റില്ലെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അല്ലാതെ ഒന്നും ഇവനെ കൊല്ലണ്ട കർത്താവേ, ഞങ്ങൾ തന്നെ ഇവനെ നിലവിൽ കൊണ്ട് വിട്ടേക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അവിടെ കൊണ്ട് വിട്ടിട്ട് അവൻ 2 ദിവസം അതിലൂടെ കറങ്ങിയിട്ട് തിരിച്ചു വരും. അവൻ അവിടെ നിന്ന് അടുത്ത കപ്പൽ കയറി തിരിച്ചു. ചുരുക്കി പറഞ്ഞ ആ കപ്പൽ പോകുന്ന റൂട്ടിലൊന്നും പിന്നെ ദൈവത്തിന് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ മേലാത്ത അവസ്ഥയ്ക്ക് ഇവൻ എപ്പോ കടലിൽ ഇറങ്ങിയാലും പ്രശ്നമായിരിക്കും. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ആ കപ്പൽ നേരെ ഇവനെ നിലവേല കൊണ്ടായി വിടുന്നെങ്കിൽ വേറെ പ്രശ്നമുണ്ട്. ഇതുവരെ കടല ഇളകിയത്. അവൻ അവിടെ ചെന്ന് കഴിയുമ്പോ എന്ത് സംഭവിക്കും? ഇവന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ അവിടെ കര ഇളകാൻ ഇടയാവും. അവിടെ കൊടുങ്കാറ്റോ ഭൂമികൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ജനത്തെ രക്ഷിക്കാൻ പറ്റുമോ? കാര്യം ജനത്തെ അവിടെ പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? ഞാൻ നിനവെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവന് ഈ അനുസരണക്കേടിന്റെ ആത്മാവുമായിട്ട് നിനവേലേക്ക് ചെന്നിറങ്ങി അവിടെ അപ്പോൾ തന്നെ ആ ദേശം ഇളകി മറിയും. ഒരു മാനസാന്തര പ്രസംഗം ഉണ്ടാകത്തില്ല, ദേശം തകരുകയും ചെയ്യും. അപ്പൊ അത് നടക്കരുത്. ഇവൻ ഈ മാനസിക അവസ്ഥയിൽ എവിടെ ചെല്ലരുത്? നിനവേ ചെല്ലരുത്.
അത് മാത്രമല്ല, ഇവർ നിനവേലേക്ക് എത്തിച്ചോളെന്ന് തീരുമാനം എടുക്കുകയും ചെയ്യരുത്. കേട്ടോ, ദൈവത്തിന്റെ പ്ലാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ ഇവനൊരു യാത്ര വേണം താനും, ഇവൻ നിനവേൽ എത്തുകയും വേണം. എന്നാൽ ഇവൻ തീരുമാനം എടുക്കണം. അതിനൊരു ഒറ്റ സ്ഥലമേ ഉള്ളൂ. ആദ്യമായിട്ട് സബ്മറൈൻ്റെ അകത്തിരുന്ന് യാത്ര ചെയ്ത് ഒരുത്തനുണ്ടെങ്കിൽ അത് ആരാണ്? യോനയാണ്, മത്സ്യത്തിന്റെ വയറ്റിൽ, അല്ലേ? ആദ്യമായിട്ട് സബ്മറൈൻ്റെ അകത്തിരുന്ന പോലെ ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥനയായി, സമർപ്പണമായി, നിലവിളിയായി, കരച്ചിലായി, ഒരുക്കമായി അവൻ ചെന്ന് ഇറങ്ങേണ്ടടുത്ത് എല്ലാ നിലവാച്ചെന്ന് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ മനസ്സിലാക്കണം, കപ്പൽ അങ്ങനെ ഓടി നിലവിലേക്ക് പോയാൽ ദൈവമഹത്വം വെളിപ്പെടുകയില്ല. അവിടുന്ന് എല്ലാം കൂടി ഇവർ എടുത്തങ്ങോട്ട് എടുത്തിടണം. കാരണം ക്രിസ്തുവിന്റെ ഭാവം അവിടെ വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അഗാധ പ്രവാഹങ്ങൾ എന്നെ മൂടുന്നു. ഭാഷാൻ കൂറ്റന്മാരും അല്ലെങ്കിൽ അലറുന്ന സിംഹം പോലെയും സ്തോത്രം അവിടെ നായ്ക്കളും അവിടെ എഴുന്നേറ്റ് വരുന്ന മരണത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവപുത്രൻ ചെന്നെങ്കിൽ, ആ അനുഭവത്തിലേക്ക് യോന ചെന്നെങ്കിൽ മാത്രമാ നിന്റെ വായിലൂടെ നിരവയുടെ മാനസാന്തരത്തിന്റെ ദൂതുകൾ അവിടെ വെളിപ്പെടുകയുള്ളൂ. നിന്നെ സിംഹാളിയ മത്സ്യത്തിന്റെ വയറ്റിലാക്കുമ്പോഴാണ് നീ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് നീ സ്വതം നിറഞ്ഞു വരുന്നത്. നമ്മൾ സ്വതം തൊട്ട് അടുത്ത വാക്ക് 2-ാം അധ്യായത്തിന്റെ 2-3 വാക്കുകൾ വായിച്ച നമുക്ക് വേഗം നിർത്താവുന്നതുകൊണ്ട് 2-ാം അധ്യായത്തിന്റെ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഹാലലിയ 2-ന്റെ 1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. 2-3 വാക്യം വായിച്ചു നിർത്താം. വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. 2-ന്റെ 1 മുതൽ സ്തോത്രം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് അപ്പൊ നോക്കിക്കേ, ഇതുവരെ സ്വതം അവൻ അവിടുന്ന് വിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയതിനു ശേഷം ഇവൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഇവൻ സ്വതം മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്നപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. വായിച്ചോ. ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. ഞാൻ എന്റെ കഷ്ടത നിമിത്തം ഞാൻ യഹോവയോട് നിലവിളിച്ചു. അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. കണ്ട, പാതാളത്തിലേക്ക്. അപ്പൊ മരണം ആസ്വദിച്ചു ആര്? യോന മരണം ആസ്വദിച്ചു. അല്ലാതെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവൻ ലിറ്ററലായിട്ട് മരണം ആസ്വദിച്ചിട്ട് അവന്റെ ശരീരത്തിലേക്ക് ജീവൻ മടങ്ങി വന്നു. വായിച്ചോ. അയ്യം വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. കണ്ട, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. 22-ാം സങ്കീർത്തനവും 19-ാം സങ്കീർത്തനവും വായിക്കുമ്പോ അവിടെ അഗാധ പ്രവാഹങ്ങൾ എന്നെ വളഞ്ഞു എന്ന് ക്രിസ്തു പറയുന്നുണ്ട്, അല്ലേ? കർത്താവിന്റെ മരണ നേരത്തിങ്കൽ സ്വതം ഈ പറയുന്ന നിലവാരത്തിലുള്ള കാളകൾ, ബാഷാൻ കൂറ്റന്മാർ, സിംഹങ്ങൾ, നായ്ക്കൾ ഇവ വന്ന് സ്വതൃഭാളന വരുമ്പോ മരണഭാഷകളും പാതാള ഭാഷകളും വരുമ്പോ അവിടെ പറയുന്ന പദമാണ് അഗാധ പ്രവാഹങ്ങൾ എന്നെ വളഞ്ഞു. അപ്പോൾ സ്വതന്ത്രം മനസ്സിലാക്കണം, അവനെ പടകിൽ നിന്ന് എടുത്ത് കളഞ്ഞപ്പോൾ കരയിൽ ഈ കടലിളകുന്നതിലും വലുതായിട്ട് മരണത്തിന്റെ പ്രവാഹങ്ങൾ അവൻ കണ്ടു. അപ്പോൾ ക്രിസ്തു സ്വതം 3 നാൾ സ്തോത്രം ഹാലലിയ സ്തോത്രം അവിടെ സ്തോത്രം ഹാലലിയ കല്ലറയിൽ ഇരുന്ന പോലെ തന്നെ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയതുപോലെ സ്വതം യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 നാളിരുന്നു, പാതാളത്തിലേക്ക് ഇറങ്ങി. ഈ അനുഭവത്തിൽ വന്നാൽ മാത്രമേ ശുശ്രൂഷ വെളിപ്പെടുകയുള്ളൂ. ശുശ്രൂഷ വെളിപ്പെടുന്നത് ഈ പാതാളത്തോളം താഴ്ത്തപ്പെടുമ്പോഴാണ് നിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നത്. വായിച്ചാട്ടെ. എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. കണ്ടോ, ഇതുകൊണ്ടാണ് പിതാവ് പുത്രനാകുന്ന യേശു കർത്താവിനെ കാൽവരിയിൽ തകർക്കപ്പെട്ടപ്പോൾ അവന്റെ മുഖം മറച്ചു, അല്ലേ? അങ്ങനെയെങ്കിൽ സ്വതം യോനായിക്കിന് മുമ്പിൽ നിന്നും പിതാവിന്റെ മുഖം മറയപ്പെടുന്ന അനുഭവം, ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടമാകുന്ന അവന്റെ മുഖം മറയപ്പെടുന്ന രംഗം യോന അനുഭവിച്ചു. അടുത്തത് വായിച്ചേ. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽ പുല്ല് എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കും അടച്ചു. കണ്ടോ, ശരീരത്തിൽ നിന്ന് ആത്മാവ് സ്വതന്ത്രം വേർപെട്ടപ്പോൾ ഭൂമിയായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നത്. അവരാണ് ആ പദം ഉപയോഗിക്കുന്നത്. ഓടാമ്പലുകളാൽ എന്നെ അടച്ചു, അല്ലേ? അടുത്ത് വായിച്ചേ. അടച്ചിരുന്നു. എന്റെ ദൈവമായ യഹോവ എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. ഇനിയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വായിക്കണം. വായിച്ചോ. എന്റെ പ്രാണൻ എന്റെ
ഉള്ളിൽ നിന്നു ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. കണ്ടോ, ഞാൻ യഹോവയെ ഓർത്തു. അടുത്തത്, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. കണ്ടോ, നിന്റെ അടുക്കലെത്തി. അപ്പോൾ ഇതുവരെ നിനവയിൽ നിന്ന് ഉയരുന്ന ശബ്ദം നിമിത്തം ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അവിടെ ശുശ്രൂഷിക്കേണ്ട നിലവിളി അതിനു മീതെ ഉയർന്നെങ്കിലേ ഇവൻ സ്തോത്രം അവിടെ കരയുന്നവരുടെ അകൃത്യങ്ങൾക്ക് മോചനം വരികയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, നാം പാപത്തിൽ തകർക്കപ്പെട്ടപ്പോൾ, നാം നിത്യ നരകത്തിലേക്ക് വീഴുമ്പോൾ, നാം സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ അങ്ങനെ ഒരു രംഗമുണ്ട് എങ്കിൽ എന്റെ നിലവിളിയെ കവിയുന്ന ഒരു നിലവിളി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന അർത്ഥം വരുന്ന എലോഹീം എലോഹീം ലമ്മ ശബക്താനി എന്ന് അവിടെ ഉറക്ക നിലവിളിച്ചെങ്കിൽ ആ ദൈവ ശബ്ദ നിമിത്തം നമ്മളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുവാനും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് മറുപടി ലഭിക്കുവാനും ഇടയായി തീർന്നു. അപ്പോൾ ഇത് രുചിക്കുവാൻ ഇടയായി തീർന്നു ആരുടെ ജീവിതത്തില്? യോനായുടെ ജീവിതത്തില്. അപ്പോൾ ചില നിലവിളികൾ എഴുന്നേറ്റപ്പോഴും അതായത് ദൈവസന്നിധി നീതീകരിക്കപ്പെട്ട നിലവിളിക്ക് ദൈവത്തിൽ നിന്നും മറുപടി വരുന്നുള്ളൂ. അപ്പോൾ സോദരൻ ശ്രദ്ധിക്കണം, അവന്റെ സന്നിധി നിന്ന് ഓടിപ്പോയവന്റെ നിലവിളി ഇപ്പോൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്നു. അവന്റെ സന്നിധി വിട്ട് ഓടിപ്പോയവൻ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ നിലവിളി സ്വർഗത്തിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ വീണ്ടും അവൻ അവസരം കൊടുത്ത് ദൈവിക ശുശ്രൂഷയിലേക്ക് യോനായെ മടക്കി കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കണം, അവന് കാൽവറിയുടെ അനുഭവം വെളിപ്പെട്ടു, ദൈവപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ വെളിപ്പെട്ടു. സ്വർഗത്തിൽ തുറക്കപ്പെടേണ്ടതിന് ഒരുവൻ ലോകത്തിൽ കഷ്ടം അനുഭവിച്ചാലേ കഴിയത്തുള്ളൂ. എനിക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് ഗുണകരമായി സംസാരിക്കുന്ന ഒരുവൻ വേണമെന്നും അവൻ എന്നെ പോലെ ഈ പാതാളത്തിന്റെ വയറ്റിൽ വെച്ച് നിലവിളിക്കുന്നതിന് തുല്യമായിട്ട് മരണവാശങ്ങൾക്കും പാതാളവാശങ്ങളിൽ ജയിച്ച് ജയോത്സവം കൊണ്ടാടിയ ഒരു നാമം വേണമെന്നും ആഗ്രഹിക്കുകയായിരുന്നു. യോനായുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ക്രിസ്തു അവനിൽ വെളിപ്പെടുകയായിരുന്നു. ക്രിസ്തുവിന്റെ ഭാവം അവനിൽ ജനിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ വരുവാൻ ദൈവം എടുക്കുന്ന പ്രൊസീജിയേഴ്സ് വളരെ വ്യത്യസ്തമായിരിക്കും. അതിന് നമ്മളെ കർത്താവ് ഒരുക്കുമ്പോൾ നമ്മൾ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഈ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് ഞാൻ നിങ്ങളും അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങൾ ആ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ വരുവാൻ, നിങ്ങൾ എളിയവനായി തീരുവാൻ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കണമെന്നുണ്ടെങ്കിൽ എളിയവനെ ആദരിക്കുന്നവനായി തീരണം. ഇപ്പോൾ യോന എളിയവനാകുന്ന കർത്താവിനെ, മരണത്തോട് അനുസരണയുള്ളവനായി തീർന്നവനെ ആദരിച്ചപ്പോൾ അവന്റെ നിലവിളിക്ക് മറുപടി നൽകി. അങ്ങനെ അവൻ നിയോഗത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുവാൻ സ്വർഗം അവനെ സഹായിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ നേരം ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മളുടെ ആശ്രയം നമുക്ക് വയ്ക്കുവാൻ ഇന്ന് പകൽ നേരം ഇടയാകട്ടെ. ദൈവ